Chicky, it's my choice. ഭയങ്കര സങ്കടമുള്ളവനാണെങ്കിൽ പാട്ട് കേട്ട് കരയും. പ്രൊമോഷൻ കഴിഞ്ഞ സംഗീതം ഉണ്ടായി, സംഗീത് പ്രദം സംഗൂന് എടുത്ത് വെച്ചാൽ നീ പാട്ട് കേട്ട് വണ്ടി നിന്ന് കരയാറ്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഇത് തുറന്ന് പറഞ്ഞത്. ഞാൻ കരയാറുണ്ട്. അപ്പം പറഞ്ഞാൽ അത് കരഞ്ഞപ്പോൾ ഒരു സുഖമില്ല അച്ചോട്ടാ. ശരിയാടാ. അമ്മയുടെ കൂടെ കൂടുതലും ഞാൻ ഉണ്ടായിട്ടില്ല. കാരണം അച്ഛൻ എപ്പോഴും തിരക്കായ സ്ഥിതിക്ക് എൻ്റെ വീട്ടിലെ റിപ്പോർട്ട് കാർഡ് കാണാനും അങ്ങനെ ആ പരിപാടിക്ക് മാത്രമേ അച്ഛനിടക്ക് വരുള്ളൂ. അത്രയും ബിസി ആയിരുന്നു അച്ഛൻ ആ സമയത്തൊക്കെ. ഇപ്പോൾ പാസ്സായി, ഓക്കെ, എത്രയിലേക്കായി, 5ലേക്ക്, ഓക്കെ. ഇതാണ് അച്ഛൻ സിനിമ എന്ന് തന്നെ പ്രാന്തായിരുന്നു അച്ഛന്. ഇതേപോലെ കൂട്ടുകാരെന്ന് തന്നെ ഭയങ്കര വലിയ പ്രാന്തായിരുന്നു അച്ഛന്. ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്ത് നിൽക്കുമ്പോഴും എനിക്ക് അച്ഛൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അച്ഛൻ എന്നുള്ളൊരു ആള് എൻ്റെ സ്കൂളിൽ വരാനൊക്കെ ഭയങ്കര ചുരുക്കം പീരിയഡ്സ് സമയങ്ങളിലേ വന്നിട്ടുള്ളൂ. അച്ഛന് പടങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ എൻജോയ്മെന്റ് രീതിയിൽ ആൾക്കാർ സംസാരം ഉണ്ടായത്. അച്ഛന് പടമൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിപ്പാണെന്നുള്ള പരിപാടി. അമ്മയാണ് കൂടുതൽ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായത്. അപ്പോൾ ഒരു അമ്മ കൊച്ചാണ് ഞാൻ. എന്നെ അങ്ങനെ ആരും മൈൻഡ് ചെയ്യാറൊന്നുമില്ല പരിപാടി. പിന്നെ ഡിസ്ലെക്സിക് ഉണ്ടായിരുന്നു, താരേ സമീൻ per മൂടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മറ്റേ ഹിന്ദി ക്ലാസ്സിനൊക്കെ റിസോഴ്സ് റൂമിൽ കൊണ്ട് ഇരുത്തുക, സ്പെഷ്യൽ അറ്റൻഷൻ. എക്സാം 2.5 മണിക്കൂറാണെങ്കിൽ എനിക്ക് 3.5 മണിക്കൂറുണ്ട്. എനിക്ക് ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് ഞാൻ പഞ്ചാബി ഹൗസിലെ രമണനെ, ദിലീപ് ഏട്ടനെ മറ്റേ കൊങ്ങ കുടിച്ചിട്ട് നിനക്ക് സംസാരിക്കാൻ അറിയാലടാ, എന്നോട് ക്ഷമിക്കൂ രമണ എന്ന് പറയുന്നൊരു പരിപാടിയാണ് നേരിട്ട്. എൻ്റെ പ്രശ്നം എന്താ അറിയോ, ഞാൻ ഈ കോണ്ടാക്ട് വെക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചിനെ വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, അല്ലാണ്ട് മറ്റേ റെഗുലർ കോളും പരിപാടികളൊന്നും ഇല്ല. എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ ഓടി അവിടെ എത്തും. ഇത്രയും വളർത്തി വലുതാക്കി നിന്റെ സിനിമയിൽ എത്തിച്ചിട്ട് നീ തിരിഞ്ഞൊരു നോക്കണം എന്നുള്ള അവസ്ഥയിലെ ആൾക്കാർ മൊത്തം. അപ്പം എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല. കാരണം അച്ഛൻ MBA പഠിക്കാൻ പോകാൻ പറഞ്ഞു. സപ്ലി ഉള്ള ഞാൻ എവിടെ പോയിട്ട് MBA പഠിക്കാനാണ്? സിനിമയിൽ ആവില്ല ഞാൻ തീരുമാനിച്ചത്. കാരണം വീട്ടിലെ അവസ്ഥകൾ അത്രയും മോശം വരെ പോയി. ഭയങ്കര നല്ലവനായി പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. No matter how tall a son grows, he'll always look up to his dad എന്ന് പറയാറുണ്ട്. ലൈഫ് ബിഹൈൻഡ് ദ മൈക്ക് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെയുള്ളത് ഒരുപാട് ബ്രോസ് കാരണം കരിയർ ചേഞ്ചായ, ബ്രോസ് കാരണം ലൈഫ് സെറ്റായ ഒരാളാണ് അർജുൻ അശോകനാണ്. അർജുൻ, വെൽക്കം. താങ്ക് യു. ബ്രോസിനെ ഒരുപാട് ചേർത്ത് നിർത്തുന്ന ഒരാളാണ്. ബ്രൊമാൻസിൻ്റെ ഈ സമയത്ത് ഞാൻ അത് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതെ, ക്ലോസ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, കുറേ പേരുണ്ട്. ഇപ്പം സിനിമയിലേക്ക് വരാനും കാരണം ഒരു പോയിന്റിന് ശേഷം സൗബിക്ക എന്നുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എന്തായാലും ബ്രദർലി ഫീലുള്ള ഒരാൾ. അതിനുശേഷം ആസിക്ക ജീവിതത്തിലേക്ക് വരിക, അമൃതലേട്ടൻ വരിക, ഗണപതി വരിക, ബാലിച്ചേട്ടൻ വരിക. ഇപ്പോഴത്തെ ബ്രൊമാൻസിലൂടെ മാത്യുവും സംഗീതും ADJയും അങ്ങനെ തോമസും, അങ്ങനെ ഒരു കൂട്ടം കൂടുതൽ ബ്രദേഴ്സും കൂടി ഇപ്പോൾ കൂടെ ചേർന്നിട്ടുണ്ട്. ഞാനൊരു സാധാരണക്കാരൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കുറച്ച് കാര്യങ്ങൾ ഇനി അർജുൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത്. കാരണം എനിക്ക് ഭയങ്കര കുറച്ച് കിട്ടുന്ന ഒരു കാറ്റഗറിയാണ് അർജുന. എന്താണെന്നറിയോ, ഇവിടെ വരുന്ന ആളുകളെ പോലെയല്ല, വീട്ടിലൊരു സിനിമ ഒരു പാരമ്പര്യത്തോടു കൂടി വരുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന അയാളുടെ സംശയങ്ങളാണ് ഞാൻ ചോദിക്കുക. ഇപ്പം വീട്ടിലൊരു അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബന്ധത്തിൽ തന്നെ ഒരാളെങ്കിലും ഒരു സിനിമയിലുണ്ടെങ്കിൽ പലപ്പോഴും കേൾക്കുന്നൊരു വാക്കാണ് സ്റ്റാർ കിഡ്. പറയുമ്പോൾ തന്നെ അവൻ സ്റ്റാർ കിഡാണ്, അവനെല്ലാം ഈസിയാണ് എന്നുള്ള മട്ടിൽ. ഇപ്പം ചിലരെങ്കിലുമൊക്കെ അർജുൻ്റെ അതേ പൊസിഷനിലുള്ള ചിലരെങ്കിലുമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കേട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരും, അത് ഉണ്ടാക്കിയവനെയൊക്കെ എൻ്റെ മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ശരിക്കും ഒരു വെറുപ്പ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം, അങ്ങനെ എന്തെങ്കിലും ഫീലിംഗ് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? സ്റ്റാർ കിഡ് എന്നുള്ളൊരു വാക്ക് ഞാൻ കേട്ടു തുടങ്ങിയത് സിനിമയിൽ വന്നതിന് ശേഷം എന്നുള്ള പരിപാടി. ഒരു ആക്ടറിന് ശേഷമാണ് അവൻ സ്റ്റാർ കിഡ് ആണല്ലോ എന്നുള്ള രീതിയിലൊക്കെ. അതിനു മുമ്പും ജീവിതം മൊത്തം ഒരു സാധാരണക്കാരൻ്റെ ലെവലിലൂടെയാണ് എൻ്റെ ജീവിതം പോയിക്കൊണ്ടിരുന്നത്. കാരണം അച്ഛനൊരു നടനാണെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയ പ്രിവിലേജസ് എന്ന് വെച്ചാൽ ടിക്കറ്റ് പെട്ടെന്ന് കിട്ടും സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ. കാരണം അന്ന് ബുക്ക് മൈ ഷോ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ടിക്കറ്റ് പെട്ടെന്ന് കിട്ടും. പിന്നെ അമ്പലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ പോയി കഴിഞ്ഞാൽ ക്യൂവിൽ പെട്ടെന്ന് കയറ്റി തരും. ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഇട്ട് ആ കാലഘട്ടം. പിന്നെ ഒരാളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അവരെ സ്നേഹം പെട്ടെന്ന് കിട്ടും. കാരണം ഇന്നാളുടെ അശ്വന് മോനാ, അശ്വന് മോനാണോ, വാ. കാരണം ചെറുപ്പമാണ്, ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഷൂട്ടിങ് കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. പല സിനിമകളുടെയും മേക്കിങ്ങും എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ സിനിമ എന്താണെന്നുള്ളൊരു പരിപാടി എന്താ നടക്കണമെന്ന് അറിയില്ലെങ്കിലും സിനിമ മേക്കിംഗ് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആകെ കിട്ടുന്ന പ്രിവിലേജസ്. പക്ഷെ അല്ലാണ്ട് നമ്മൾ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനായിട്ട് തന്നെയാണ് വളർന്നേക്കണത്. കാരണം അമ്മയുടെ കൂടെ കൂടുതലും ഞാൻ ഉണ്ടായിട്ടില്ല. കാരണം അച്ഛൻ എപ്പോഴും തിരക്കായ സ്ഥിതിക്ക് എൻ്റെ വീട്ടിലെ റിപ്പോർട്ട് കാർഡ് കാണാനും അങ്ങനെ ആ പരിപാടിക്ക് മാത്രമേ അച്ഛനിടക്ക് വരുള്ളൂ. അത്രയും ബിസി ആയിരുന്നു അച്ഛൻ ആ സമയത്തൊക്കെ.
ഇപ്പോൾ പാസ്സായോ? പാസ്സായി, ഓക്കെ. എത്രയിലേക്കായി? 5ലേക്ക്. ഓക്കെ. ഇതാണ് അച്ഛൻ സിനിമ എന്ന് തന്നെ പ്രാന്തായിരുന്നു അച്ഛന്. ഇതേപോലെ കൂട്ടുകാരെന്ന് തന്നെ ഭയങ്കര വലിയ പ്രാന്തായിരുന്നു അച്ഛന്. അപ്പോൾ അതേപോലെ ബാക്ക് ടു ബാക്ക് സിനിമകൾ ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അച്ഛൻ എന്നുള്ളൊരു ആള് എൻ്റെ സ്കൂളിൽ വരാനൊക്കെ ഭയങ്കര ചുരുക്കം പീരിയഡ്സ് സമയങ്ങളിലേ വന്നിട്ടുള്ളൂ. പിന്നെ അമ്മയാണ് കൂടുതൽ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായത്. അപ്പോൾ ഒരു അമ്മ കൊച്ചാണ് ഞാൻ വളർന്ന് വന്ന പരിപാടി. അപ്പോൾ എനിക്ക് കൂടുതലും സെൻസിറ്റീവാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ ഒരു പോയിന്റ് വരെ ജീവിച്ചേക്കണേ. സിനിമയിൽ കയറിയതിന് ശേഷമാണ് പിന്നീട് ആൾക്കാർ തിരിച്ചറിയലും. അപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ തന്നെയായിരുന്നു. സിനിമയിൽ വന്ന ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇവൻ നടനായി, ഓക്കെ അശോകൻ്റെ മൻ സ്റ്റാക്കിഡാണ്, അവർക്കെല്ലാം എളുപ്പമാണ്. പക്ഷേ സിനിമയിൽ കയറി പറ്റാനും ആ സമയങ്ങളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു കാലഘട്ടത്തിന് ശേഷം അച്ഛന് സിനിമകൾ കുറേ, എനിക്ക് ആരുടെ അടുത്ത് പോയി അച്ഛനൊന്നാമത് മടിയാണ് ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കാനും കാര്യങ്ങൾ ചോദിക്കാനും റോൾ ചോദിക്കാനൊക്കെ. അപ്പോൾ എൻ്റെ കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ ഫോൺ ചെയ്തേക്കണം. എനിക്ക് ഒരു പോയിന്റിന് ശേഷം 2 പടം ചെയ്തിട്ട് വർക്കാവാതാവുകയും 3-ാമത്തെ ഒരു പടം ചെയ്യണോ വേണ്ടേ എന്നുള്ള ചിന്തയിൽ ഒരു സമയത്തിന് ശേഷം ഞാൻ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് എന്തായാലും സിനിമയിൽ അഭിനയിക്കണമെന്ന്, നല്ല പേര് വേണം, എന്തെങ്കിലും റോൾ. ചാപ്പാക്കുരിശൊക്കെ ഇറങ്ങി എനിക്ക് അങ്ങനത്തെ ഒരു മേക്കിംഗ് സ്റ്റൈലിലേക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അങ്ങനെയാണ് ഞാൻ കുറേ 2-3 ഓഡീഷനൊക്കെ ട്രൈ ചെയ്ത് പോകാൻ പറ്റിയില്ല. കുറേ ഡയറക്ടേഴ്സിനെ പോയി മീറ്റ് ചെയ്ത് അമലേട്ടനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, അമ്പൂക്കനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഫോട്ടോ ഒക്കെ അയച്ചു, അച്ഛൻ്റെ ഫോണിൽ നിന്ന് വാട്സാപ്പിൽ എൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് CIA ഓഡിഷൻ വന്നത്. അപ്പോൾ അച്ഛനൊന്നും കൂടി വിളിച്ചിട്ട് എന്തെങ്കിലും പരിപാടി പറഞ്ഞാൽ അവന് പറ്റിയ പരിപാടി എല്ലാ ഓഡിഷൻ കോൾ ചെയ്തേക്കണം, ചെറിയ 2 ക്യാരക്ടേഴ്സിനാണ്, അപ്പോൾ നോക്കാം, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഇവിടേക്ക് സൗബിക്കനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റിൽ ഞാൻ പറഞ്ഞു പറവയുടെ ഓഡിഷൻ കോൾ വന്ന്. അപ്പം ഞാൻ ഇത്രയും ട്രൈ ചെയ്ത് എൻ്റെ കൂടെ ആ സമയത്ത് സമദ് എന്നൊരു കൂട്ടുകാരനുണ്ടായി, പിന്നെ ബിജു ചേട്ടൻ DOP അസിസ്റ്റൻ്റ് ആയിരുന്നു, ബിജു ചേട്ടനുണ്ട്. അപ്പോൾ ബിജു ചേട്ടനാണ് എൻ്റെ കൂടെ നടക്കണത്, ഫോട്ടോ എടുക്കാനും കാര്യങ്ങളും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഒന്ന് കയറി പറ്റണം, 2 പടം വർക്കാവാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ എല്ലാം ഉണ്ട്, കൂട്ടുകാരെ കളിയാക്കലുണ്ട്. അപ്പം അതുണ്ടാവുമല്ലോ, അവർ കളിയാക്കണ ഫ്രീഡം അവർക്കുള്ളൂ. പക്ഷെ എന്നാലും അത് ഏത് പോയിന്റിൽ നമ്മൾക്ക് അവർ ചിന്തിക്കണല്ലോ ആ സമയത്ത്. അപ്പം എനിക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ള പരിപാടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ ഹെൽപ്പില്ലാണ്ട് കയറണം എന്നൊരു പരിപാടിയുണ്ട്. പക്ഷേ എവിടെ നോക്കിയിട്ട് എനിക്കൊരു ചാൻസ് കിട്ടണല്ലോ അച്ഛൻ്റെ ഹെൽപ്പില്ലാണ്ട്, അച്ഛൻ്റെ പേരില്ലാണ്ട് എനിക്ക് എവിടെയും കയറിപ്പറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴാണ് പറവയുടെ ഓഡിഷൻ കോള് കാണുന്നത്. അപ്പം ഞാനിങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഓഡിഷൻ കിട്ടൂല, ആക്ടറാകാൻ പറ്റൂല എനിക്കറിയാം, വിളിച്ചിട്ട് എന്തെങ്കിലും അസിസ്റ്റ് ചെയ്താൽ. കാരണം എനിക്ക് ആ ഗ്രൂപ്പ് ആൾക്കാരെ ആ സമയത്ത് ഒരു പുതിയ ടൈപ്പ് ഓഫ് ഫിലിം മേക്കിംഗ്, മറ്റേ ഡിജിറ്റൽ ക്യാമറയിലാണ് ചാപ്പാക്കുരിശ് ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ക്യൂരിയസ് ആയിരുന്നു. ഇങ്ങനെ എന്താ പൊളിയാണുള്ളത് എനിക്ക് ആ ഒരു ഗ്യാങ്ങിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ ആക്കി DOP എന്തെങ്കിലും എനിക്ക് സിനിമ മതി. കാരണം എനിക്ക് പഠിച്ച പരിപാടി നടക്കൂല. 2 സപ്ലി ഉണ്ട്. അപ്പം അതൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നടപടിയാവില്ല. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് അച്ഛൻ സൗബിക്കനെ വിളിക്കുകയും സൗബിക്കനെ അവിടെ ഇവിടെ കണ്ടുള്ള പരിചയത്തിൽ ഒന്ന് വന്ന് കാണാൻ പറയും. മീറ്റ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ പരിപാടിയാണ്, താടിയുണ്ട് എനിക്ക് അറ്റ. അപ്പോൾ വിക്രത്തിൻ്റെ ഫാൻ ആണ് ഞാൻ. അപ്പോൾ വിക്രം എന്ന് പറഞ്ഞാൽ കലക്കം മറ്റേ പോയിന്റ് എടുത്ത് താടിയൊക്കെ വെച്ചൊരു പടം ചെയ്യണമായിരുന്നു. അപ്പം അന്നാണ് പ്രേമം ഇറങ്ങിയ സമയമൊക്കെ. അപ്പം പ്രേമത്തിൻ്റെ മൂടും പിടിച്ച് പിന്നെ സാധനം അടിച്ച് ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ട് നടക്കുള്ളൂ. അങ്ങനെയൊക്കെ നടന്ന് സൗബിക്ക വിളിച്ചിട്ട് സൗബിക്കനെ പോയി കണ്ടപ്പോൾ പറഞ്ഞ് ഒരു പരിപാടിയുണ്ട്, ചെറിയ ക്യാരക്ടറാണ്, അബീക്കയുടെ മോൻ ഷെയ്നുണ്ട്, പിന്നെ ഗിർഗറി ഒരു ക്യാരക്ടറുണ്ട്, പിന്നെ സൈനുദ്ദീൻ അപ്പം സിനിലില്ല, സിനിൽ വന്നേയുള്ളൂ. അപ്പം ഷർഫുക്ക വിനയേട്ടൻ അങ്ങനെ ആരൊക്കെയാണ്, പിന്നെ നീ ഒരു ക്യാരക്ടർ ചെയ്യണ്ട. അങ്ങനെയാണോ? ഓക്കെ. എൻ്റെ കൂട്ടുകാരുണ്ട്, ഇവരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ കാണാൻ പോയപ്പോൾ അവർ താഴ്ത്തിരിക്കണേ. അപ്പം അവിടെ വെച്ചാണ് ആദ്യമായിട്ട് തന്നെ അഭിരാമേട്ടനെയും ഷോണിനെയും കാണുന്നത്. ഇവരെ പറവയിലുള്ള ഗ്യാങ്ങാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം പിന്നെ കൂടെ അഭിനയിക്കണ ദുൽഖർ ആയിരിക്കും. ദുൽഖറായിരിക്കും കൂടെ, ദുൽഖറൊക്കെയാണ്. പിന്നെ ഞാൻ കട്ടായി, ഞാൻ പറന്ന അവിടെ നിന്ന്. പിന്നെ എൻ്റെ മൊത്തമായിട്ട് 500 വോൾട്ട് ബൾബടിച്ച് എൻ്റെ ചിരി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓക്കെ ഇറങ്ങി പുറത്തിറങ്ങി പിന്നെ ഒച്ചയും വേളം വീട്ടിൽ വിളിച്ച് പറയാൻ അങ്ങനത്തെ പരിപാടിയായിരുന്നു. അപ്പം ഇങ്ങനെയാണ് സിനിമയിൽ കയറി വന്നത്. സൗബിക്ക് എന്നെ പിടിച്ച് കയറ്റിയെന്ന് തന്നെ പറയാൻ രണ്ടാമത്. പക്ഷെ ഇത് പുറത്തുനിന്ന് കാണുന്ന ഒരാളുടെ കാഴ്ചപ്പാട് എപ്പോഴും വ്യത്യാസമായിരിക്കും എന്ന് മാത്രമല്ല, ഇപ്പം അർജുൻ തന്നെ എനിക്കറിയാം സ്ട്രഗിൾസ് ഞാൻ കണ്ടിട്ടുണ്ട്. സിനിമകളിൽ നിന്ന് സിനിമകളിലേക്ക് പോകുമ്പോൾ വിജയങ്ങളും പരാജയങ്ങളും രണ്ടിലൂടെയും സഞ്ചരിച്ച് എത്തിയ ഒരാളാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ എപ്പോഴെങ്കിലും
ഇപ്പം ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസംഗം കഷ്ടപ്പെട്ട് പഠിച്ചറിയാലോ, പ്രസംഗം മുഴുവൻ കാണാണ്ട് പിടിച്ച് പറയുമ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ ടീച്ചറാണ്. ആ ടീച്ചറിൻ്റെ മോളല്ലേ, എനിക്കത് കേൾക്കുമ്പോൾ ടീച്ചറിൻ്റെ മോളായതുകൊണ്ട് എനിക്ക് പ്രസംഗം പറയാൻ പറ്റില്ലല്ലോ, ഞാൻ ആ 3 പേജ് കാണാണ്ട് പഠിച്ച് പറയുന്ന ഇത് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ കുഞ്ഞു കാര്യ എനിക്ക് ഫ്രസ്ട്രേഷൻ വരികയായിരുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ അച്ചീവ് ചെയ്ത് നിൽക്കുമ്പോൾ ഇതിപ്പം ഹരിശ്രീ അശോകൻ്റെ മോനല്ലേ, അവൻ അതിനുള്ള ഒരു കാലിബർ അല്ലെങ്കിലും നമ്മുടെ ആ ഒരു ടാലൻറ്റിനെ ബഹുമാനിക്കാത്ത രീതിയിലുള്ള ഒരു സംസാരം എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ പോസിറ്റീവ് രീതിയിൽ ഞാൻ കേട്ടിട്ടുള്ളൂ. പിന്നെ അശോകന് മോനല്ല, അവൻ വെറുതെ പോലും ആ സിനിമയിൽ വന്നതെന്നാണ്. എനിക്ക് ആദ്യത്തേക്ക് സിനിമയിൽ പറവയും ബീടെക്കും ജൂണൊക്കെ ചെയ്യുമ്പോൾ കുറേ ട്രോൾ പേജസിൽ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വരുമായിരുന്നു ഇങ്ങനെ. ഞാൻ എന്താണ് ഹരിശ്രീ അശോകൻ്റെ മോൻ വെറുതെ അല്ല സിനിമയിലേക്ക് വന്നതെന്നൊക്കെ, അങ്ങനത്തെ കുറേ മറ്റേ മോട്ടിവേഷണൽ പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്തൊക്കെ. അതൊക്കെ കാരണം അച്ഛൻ്റെ പാത പിന്തുടരാൻ പറ്റി എന്നുള്ള പരിപാടിയും അത് നീറ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത് ഭയങ്കര നല്ലവനായി പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റൂല. അതെ അതെ. ഈ സിനിമ എല്ലാവരും ചിന്തിക്കുമ്പം വിചാരിക്കണ പറവ ക്ലിക്കായതുകൊണ്ട് ഇതാണ് ഫസ്റ്റ് സിനിമ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു ഇപ്പം. അതെ, പക്ഷെ ഞാൻ ആ സമയം തൊട്ട് ഇന്റർവ്യൂലെല്ലാം എൻ്റെ ആദ്യത്തെ പടവും രണ്ടാമത്തെ പടത്തിനെ പറ്റിയും ഡീറ്റെയിൽ പറയാറുണ്ടായിരുന്നു. അതിൽ ഈ ഓർക്കുട്ടൊരു ഓർമ്മക്കൂട്ടിലൂടെ വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സ്റ്റാർക്കിയുടെ ഒരു ആംഗിളിൽ നിന്ന് എടുത്ത് അതിലൊരു നെപ്പോ സ്വഭാവമുണ്ട്. തീർച്ചയായിട്ടും ഒരു കുറേ ഒരു സാറിന്റെ മോൻ, അതുപോലെ ലാലുലക് സാറിന്റെ മോൻ, അവിടെ അനുമോഹൻ വരുന്നുണ്ട്, ശോഭ അവരുടെ മോൻ വരുന്നുണ്ട്, ബാലിച്ചേട്ടൻ, ഇതെല്ലാം എന്ന് പറയുമ്പോൾ ശരിക്കും സ്റ്റാർസിന്റെ മക്കളെല്ലാം വന്നു, മക്കളും കസിൻസ് എല്ലാവരും ഉണ്ട്. ഇത് കഴിഞ്ഞ് മുന്നോട്ട് ഇപ്പോൾ 13 വർഷം കഴിയുമ്പോൾ അവർ പല വഴികളും നോക്കിയെങ്കിലും അർജുൻ്റെ ഒരു പ്രത്യേകത, അർജുനോട് ഉറച്ചു നിന്നു. ലൈക്ക് സ്റ്റാറായി, ഹീറോ ആയി. ഇപ്പം പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ ഈസി ആയിട്ടുള്ള ഒരു ജേണിയാണെന്ന് തോന്നാം. പറവ് കഴിഞ്ഞു പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല എന്ന് തോന്നാം. പക്ഷെ ഇപ്പോൾ ചിലപ്പോഴൊക്കെ ഈ പ്രണയത്തിന് വേണ്ടി വീട്ടുകാരെ വേണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി കരിയർ വേണ്ടെന്ന് വെക്കുക, അങ്ങനെയുള്ള പോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അർജുനന് മാറ്റി വെക്കേണ്ടി വന്ന കാര്യങ്ങളുണ്ട്. സിനിമയ്ക്ക് വേണ്ടി എനിക്ക് മാറ്റി വെക്കേണ്ടി പറഞ്ഞാൽ എൻ്റെ ഫാമിലി ആയിട്ടുള്ള ടൈം മാറ്റിവെച്ചൊരവസ്ഥയാണ് ഇപ്പോൾ. ആക്ച്വലി സ്പീക്കിംഗ്, അൻവിയുടെ വളർച്ച ഞാൻ പകുതി മുക്കാലും കണ്ടിട്ടില്ല. ഓരോ ദിവസം ഓരോ വട്ടം ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇത് പുതിയ കൊച്ച് എന്നുള്ള സീനായിരുന്നു. കാരണം അവൾ ചെറിയ പ്രായമാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് വരുന്ന പ്രായം. അപ്പം അതിൽ മേജർ പരിപാടി എനിക്ക് തന്നെ കാരണം അവൾ മാക്സിമം വീഡിയോ കോൾ ചെയ്ത് അച്ഛൻ്റെ പ്രസൻസ് അവിടെ എത്തിക്കാറുണ്ട്. അപ്പോഴാണ് എൻ്റെ അച്ഛൻ ഓട്ടവും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കണത്. അപ്പം ഇപ്പം അൻവിക്ക് കളിപ്രായമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഫാമിലി ടൈം കണ്ടപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ഇപ്പോൾ ഓട്ടം ഞാൻ ഇപ്പോൾ ആഗ്രഹിച്ചൊരു ഓട്ടമാണ്, ഞാൻ സ്വപ്നം കണ്ടൊരു ഓട്ടമാണ്. അപ്പോൾ എനിക്കത് മാക്സിമം ഓടി എനിക്ക് എൻ്റെ ഹെൽത്ത് ഉള്ളവരെ മാക്സിമം ഓടുക, ഒരു പോയിന്റിൽ എത്തി നിൽക്കുന്നവരെ മാക്സിമം ഫൈറ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. ഈ ഫാമിലി അതൊരു വല്ലാത്തൊരു പ്രതിസന്ധിയാണ്, പ്രത്യേകിച്ച് ഓടി നടക്കുന്ന സമയത്ത്. അതുപോലെ നിങ്ങളുടെ വീടിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയും ഹരിശ്രീ അശോകൻ ചേട്ടൻ, അർജുൻ, പ്രീത ചേച്ചി. ശ്രീകുട്ടിയുടെ കാര്യം ഭയങ്കര കുറച്ച് എല്ലാ സ്ഥലത്തും നാട്ടിൽ നിന്ന് വിട്ട് പോയതുകൊണ്ട് ആൾക്കാർ വിട്ടുപോയത്. ഇപ്പം പുറത്താണ് പുള്ളിക്കാരി, ഖത്തറിലാണ്. 7-8 വർഷമായിട്ട് ഖത്തറിൽ തന്നെയാണ്. അതുകൊണ്ട് അവിടെ സെറ്റിൽ ആവേണ്ട ആൾക്കാർ അധികം അങ്ങോട്ട് ഖത്തറിൽ ഫേമസാ. ഞാൻ ഓർത്ത് ഭയങ്കര റീൽസും ഡാൻസ് ഒക്കെ ആയിട്ട് ആളവിടെ സെറ്റാണ്. ഡാൻസർ അല്ലേ, പഠിച്ചതല്ലേ ക്ലാസ്, ഭരതനാട്യം പരിപാടി 12ാം ക്ലാസ് വരെ ഡാൻസും ഞാനിപ്പോഴും പഠിക്കുമല്ല ഡാൻസറൊക്കെ ആയിട്ട്. ആ ഡാൻസ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു ആ പോയിന്റ് വരെ. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മൾ മറ്റേ ഒരു സാധനം അടിക്കുമല്ലോ. പക്ഷെ ഇപ്പൊ മറ്റേ അന്ന് പഠിച്ചത് നന്നായി, സിനിമയിൽ ഡാൻസ് കളിക്കാൻ പറ്റുന്നുണ്ട് മര്യാദക്ക് എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട്. ശ്രീകുട്ടിയുമായിട്ട് നമ്മൾ ഈ ദൂരെ ഒരു പെങ്ങളെ കെട്ടിച്ചൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഫോൺ വഴിയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? യൂഷ്വലി ഭയങ്കര ക്ലോസ് അല്ലേ ആങ്ങള പെങ്ങളെന്ന് പറയുമ്പോൾ? ഒരു അമ്മ എൻ്റെ പ്രശ്നം എന്താ അറിയോ, ഞാൻ ഈ കോണ്ടാക്ട് വെക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേച്ചിനെ വിളിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, അല്ലാണ്ട് മറ്റേ റെഗുലർ കോളും പരിപാടികളൊന്നും ഇല്ല. എന്തെങ്കിലും ആപത്തുണ്ടെങ്കിൽ ഓടി അവിടെ എത്തും, കാര്യങ്ങൾ ഡീൽ ചെയ്യും. അതിനവിടെ ഉണ്ട്, ഞാൻ എപ്പോഴും ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ഡെയിലി വിളിക്കുന്നത് നീതു വിളിക്കും, അച്ഛനും അമ്മയും വിളിക്കും. ഇവര് 3 പേരല്ലാണ്ട് ഡെയിലി ചെയ്യുന്ന വേറെ ആരും വിളിക്കൂല. എൻ്റെ നമ്പർ അമ്മയുടെ നമ്പർ ഞാൻ ഉപയോഗിക്കണേ. അമ്മക്ക് ഫസ്റ്റ് ഉണ്ടായ നമ്പറാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കണേ. അപ്പം ആ കാലഘട്ടം തൊട്ടുള്ള എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ എല്ലാ കസിൻസിനും ഈ നമ്പർ ഉണ്ട്. അപ്പം ഞാൻ എവിടേക്ക് പോയിട്ടുണ്ടോ അവിടേക്കാണ് ഈ നമ്പറാണ് കൊടുത്തേക്കണം, അമ്മയും കൊടുത്തേക്കണ ഈ നമ്പറാണ്. അപ്പം ഈ നമ്പറിൽ പല ആൾക്കാരും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം അൺനോൺ നമ്പർ പരിപാടിയായിട്ട് ഞാൻ എടുക്കൽ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇപ്പം എടുക്കുന്നുണ്ട് എല്ലാവരെയും കോള്. ഇനി അതിന്റെ പേരിലൊരു സിനിമ മണിരത്നമൊക്കെ വിളിച്ചിട്ട് ഹലോ അർജുൻ ഫ്രീ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എടുക്കാതെ? അങ്ങനെ ഒന്നുമില്ല, അവർ വാട്സാപ്പ് ചെയ്യും. പിന്നെ മണിരത്നം എന്നെ ഡയറക്റ്റ് വിളിക്കാൻ പോണല്ലേ, പറയാൻ പറ്റില്ലല്ലോ. ഇല്ല, അവര്
അവരുടെ PA ആയിരിക്കും വിളിക്കണം. പക്ഷെ ഇതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് ഉറപ്പാ. അർജുന്റെ സിനിമ കണ്ടു, പുള്ളി എക്സൈറ്റ്മെന്റ് താങ്ങാൻ പറ്റണില്ല, എനിക്ക് നേരിട്ട് അഭിനന്ദിക്കണം എന്ന് പുള്ളി വിചാരിച്ചു. ഇത് പുള്ളിക്ക് ചിന്തിച്ചൂടെ? അങ്ങനെ വേണ്ട. പുള്ളിയല്ല, ഞാൻ ചിന്തിക്കാതിരിക്കട്ടെ ഇപ്പൊ കുറച്ചു നേരത്തേക്ക്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം അർജുൻ ഉണ്ടാകുന്ന സമയത്ത് സ്റ്റേജ് ഷോസ് ആയിരുന്നു അച്ഛന് കൂടുതലും. ചെറിയ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്രയും പുള്ളി ഭയങ്കര ബിസി ആയിട്ട് ഓടി നടക്കുക. അന്ന് ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു എനിക്ക് ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് ഞാൻ പഞ്ചാബി ഹൗസിലെ രമണനെ. എനിക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ അതാ മനസ്സിൽ ഉദ്ദേശിച്ചത്. അറിയില്ല, എനിക്ക് അതെ, പഞ്ചാബി ഹൗസിലെ രമണനാണ് എന്റെ മനസ്സിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സിലുണ്ട്. എത്ര തവണയും കാണാം. ഞാൻ ഷൂട്ട് കണ്ടിട്ടുണ്ട് ദിലീപ് ഏട്ടനെ മറ്റേ കൊങ്ങൊക്കെ പിടിച്ചിട്ട്, നിനക്ക് സംസാരിക്കാൻ അറിയാലടാ, ഇപ്പം എന്നോട് ക്ഷമിക്കൂ രമണ എന്ന് പറയുന്നൊരു പരിപാടി ഞാൻ നേരിട്ട് ഞാൻ ക്യാമറയുടെ ബാക്കിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പ്രസന്റ് ആവാൻ പറ്റത്തില്ല. അതായത് സ്കൂളിലേക്ക് വരാനായിട്ടൊന്നും അദ്ദേഹത്തിന് പറ്റില്ല. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്നയാളുടെ മകനാണെന്ന്, പ്രത്യേകിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ. ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളൊരു സംശയമാണ്. അപ്പം ഈ എല്ലാ ദിവസവും കാറും ഡ്രൈവറുമായിട്ട് ചെന്നിറങ്ങുന്ന, കുട്ടികളുമായിട്ടൊക്കെ കുറച്ച് അകലം പാലിക്കുന്ന, ടീച്ചർമാരുടെ കണ്ണിലുണ്ണിയായ, ഹാർഡ് വർക്കിംഗ് ആയ, നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്താ ചിരി അർജുന അശോകൻ. ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു സാൻഡ്രോ ഉണ്ടായിരുന്നു. ഡ്രൈവർ ഉണ്ട്, കാരണം അച്ഛന് വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷെ ഓടിക്കൂല. പക്ഷെ ഞാൻ പോയിക്കൊണ്ടിരുന്ന സ്കൂൾ ബസ്സിലാണ്. എന്നിട്ട് എന്നെ അങ്ങനെ ആരും മൈൻഡ് ചെയ്യാറൊന്നുമില്ല സ്കൂളിൽ. ഇന്നയാളുടെ മകനാന്ന് മാത്രം. പക്ഷെ അലമ്പായിരുന്നു, പഠിക്കൂല. അപ്പം അങ്ങനത്തെ ഒരു കൊച്ചായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനത്തെ പരിപാടി. പിന്നെ ഡിസ്ലെക്സിക് കിഡായിരുന്നു, താരേസമീൻ പെർ മൂടായിരുന്നു. അതുകൊണ്ട് എനിക്ക് മറ്റേ ഹിന്ദി ക്ലാസ്സിനൊക്കെ റിസോഴ്സ് റൂമിൽ കൊണ്ട് ഇരുത്തുക, അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ അറ്റൻഷൻ. എക്സാം 2.5 മണിക്കൂറാണെങ്കിൽ എനിക്ക് 3.5 മണിക്കൂറുണ്ട്. പക്ഷെ ആദ്യത്തെ അരമണിക്കൂർ തന്നെ തീർക്കും. ബാക്കി കിടന്ന് ഇങ്ങനെ കറങ്ങണം, എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ബോറടിച്ച് എങ്ങനെയൊക്കെ പാസ്സായി വന്നതാണ്. അപ്പോൾ പഠിത്തം ഭയങ്കര ബാക്ക്വേർഡായിരുന്നു ഞാൻ. പക്ഷെ അല്ലാണ്ടുള്ള ആക്ടിവിറ്റീസ്, ഡാൻസ്, പാട്ട്, പിന്നെ ഡ്രാമ, അതിനൊക്കെ ഫ്രണ്ടിൽ ഉണ്ടാവും. മതിയെന്നല്ല, പക്ഷെ ആ സമയത്തൊക്കെ പഠനം, ഇപ്പോഴും പഠനം ആവശ്യമുള്ള സംഭവമാണ്. ഞാനൊരു കോളേജിൽ പോയി ഇങ്ങനെ സംസാരിച്ചു. ഞാനിങ്ങനെ പറഞ്ഞു, ഓക്കെ കുറച്ച് പഠിക്കുക, മാക്സിമം അലമ്പാന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൊച്ചി സ്ലാങ്ങിലാണ് അത് പറഞ്ഞത്. ഞാനൊരു ആ ഏരിയയിൽ അത് ഭയങ്കരമായിട്ട് ഒരാൾ റൈറ്റപ്പ് എഴുതി ഫേസ്ബുക്കിൽ. ഇതാണ് സ്റ്റാർ കിഡിന് എന്തും പറയാലോ. ഞാൻ എന്താണോ എനിക്കറിയാൻ പോളെ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് മെമ്മറീസ് ഉണ്ടാക്കുക, മാക്സിമം എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളുടെ കൊച്ചി സ്ലാങ്ങിൽ അലമ്പ് എന്ന് പറഞ്ഞാൽ ബാക്കി ആൾക്കാർ കേൾക്കുമ്പോൾ പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള മൂടായിപ്പോയി. മറ്റേ പൊളിയായിരുന്നു. അത് പക്ഷെ അത് വേറെ സെൻസിലാണ്. എന്നെ തെറ്റുണ്ട്, ഞാനത് മര്യാദക്ക് ഫ്രേസ് ചെയ്ത് പറയണമായിരുന്നു. ഇപ്പോൾ ഭയങ്കരമായിട്ട് അത് റീച്ചായ ആൾക്കാർ ഇപ്പം പഠിച്ചാലും പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം മറ്റേ സിനിമയിലേക്ക് കയറി ഇപ്പം ഞാൻ അയ്യടെ ഇത് എന്താ ചെയ്യുക, പിന്നെ മിണ്ടാതിരിക്കുക, റിയാക്ട് ചെയ്തിരിക്കുക, അത് അവിടെ തീർന്ന്. പിന്നെ ഇപ്പം കോളേജിൽ പോകുമ്പോൾ എല്ലാവരും പഠിക്കുക, എൻജോയ് ചെയ്യണം കുറച്ചൊക്കെ. മെമ്മറീസ് കുറച്ചൊക്കെ. അനശ്വര ഇന്റർവ്യൂ ചെയ്ത സമയത്ത്, അനശ്വര ഫസ്റ്റ് മൂവി കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്ന സമയത്ത് മിസ്സുമാർ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞത്രേ, അതായത് അവളുടെ ലൈഫ് സെറ്റായി, നിങ്ങൾ അവളോട് കൂട്ടുകൂടി നടന്നോ, അത് അനശ്വരയ്ക്ക് ബുദ്ധിമുട്ടായി, വിഷമമായി, മനസ്സിന് പ്രയാസമായി എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞത് അതുപോലത്തെ ഒരു പരിപാടി ഇപ്പം നമ്മൾ പറയുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്? എനിക്ക് ഉണ്ടാകുന്ന വെച്ചാൽ എൻ്റെ ആദ്യത്തെ 2 പടം ആരും കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പോലും പകുതി മുക്കാൽ ആൾക്കാർക്ക് അറിയാം. കോളേജിൽ നിന്നപ്പോൾ എന്നെ ആരും മൈൻഡും ചെയ്യണ്ടായില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ അപ്പം അത് ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പം ആകെ ഫേസ് ചെയ്ത് ഒരു പോയിന്റ് തൊട്ട് ഞാൻ ഫേസ് ചെയ്തതെന്ന് വെച്ചാൽ അച്ഛന് പടങ്ങളൊക്കെ കുറഞ്ഞപ്പോൾ അത് ഭയങ്കര എൻജോയ്മെൻറ്റ് രീതിയിൽ ആൾക്കാർ, അല്ലെങ്കിൽ ഫണ്ട് രീതിയിൽ, ചെറിയ ബുള്ളിങ് രീതിയിലൊക്കെ സംസാരം ഉണ്ടായത്. അച്ഛന് പടമൊന്നുമില്ല, വീട്ടിൽ വെറുതെ ഇരിപ്പാണെന്നുള്ള പരിപാടി 9th തൊട്ട് കേൾക്കലുണ്ട്. അപ്പം അത് ആ സമയത്തൊക്കെ ഭയങ്കര വിഷമം നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമുക്ക് വീട്ടിലാകെ ഉണ്ടായൊരു വരായി അതാണ്. വീട്ടിലെ അവസ്ഥ നമുക്ക് ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ വീട്ടിൽ അത്യാവശ്യം നല്ല മോശപ്പെട്ട അവസ്ഥയിലൊക്കെ വരെയും പോയിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും വീട്ടുകാർ എന്നെ ഒന്നും അറിയിക്കാണ്ട് വളർത്തി പരിപാടിയൊക്കെ ചില്ല് ചെയ്ത് പോയതുകൊണ്ട് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ആ കാര്യങ്ങളൊക്കെ. അപ്പം വീട്ടിൽ ചെറിയ ഫുഡിൻ്റെ എനിക്ക് ആ സമയത്തൊക്കെ ചിക്കിങ് ഒക്കെ ഇറങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര വാശി, ചിക്കിങ് വേണമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വെച്ച ഉണ്ടാക്കുമ്പോഴൊക്കെ പിന്നെ മേടിക്കാം. സിറ്റുവേഷൻ മോശമാണ്. അപ്പോൾ എനിക്കറിയില്ലല്ലോ, ഞാനിത് എന്താ പറയട്ടെ, എൻ്റെ അടുത്ത് പറയൂല ഇവർ വിഷമിക്കേണ്ടെന്നുള്ള രീതിയിൽ. ചേച്ചി അമ്മയാണ് അപ്പോഴും ഡീൽ ചെയ്തുകൊണ്ട് പോയത്. അച്ഛൻ വീട്ടിലുണ്ടെങ്കിലും പരിപാടികൾ അങ്ങനെ പോയി. അപ്പോൾ ആ ഒരു ഫേസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെറുപ്പത്തിൽ. അച്ഛൻ ഏത് പടം ചെയ്യണം, അപ്പോൾ നമുക്ക് പറയാനും അപ്പോൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇറങ്ങും, പേരിട്ടിട്ടില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിലവർ ഭയങ്കര തമാശയായിട്ടും ഭയങ്കര
ഹാർഷായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മാത്രമാണ് വന്ന് ഉണ്ടായ പ്രശ്നം. പക്ഷേ കറങ്ങി തിരിഞ്ഞ് ദൈവം ഒരു വേദി ഉണ്ടാക്കി തന്നു. അച്ഛനൊരു സിനിമാ നടനായതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഫംഗ്ഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഗസ്റ്റായിട്ട് വിളിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അർജുനെ വിളിച്ചിട്ട് അതെ അച്ഛനെ ഒന്ന് നമ്മുടെ ഇതിൽ വിളിക്കുക, അങ്ങനെ ചാക്കിടൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഒരാളൊപ്പിച്ച പിന്നെ ഞാൻ പഠിക്കില്ലായിരുന്നെങ്കിലും ഞാൻ ഗ്രൂപ്പ് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. എങ്ങനെ എന്നെ ആക്കിയത് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ആ സമയത്ത് ഇതേപോലെ അച്ഛൻ വേണം, ഒരു ഗസ്റ്റിനെ വേണം, ചൈതന്യ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എന്തോ കാരണത്താൽ ആരും കിട്ടുന്നില്ല. ഭയങ്കര ഫയറിങ് പ്രിൻസിപ്പിള്. ഞാൻ എന്റെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ കൊണ്ടുവരാതിരുന്ന അവസ്ഥയൊക്കെ ഇരുന്നുണ്ടോ സാധനം. അങ്ങനത്തെ സീനൊക്കെ ഇരുന്നു. ഞാൻ ആകെ വിഷമം, കണ്ണൊക്കെ നിറഞ്ഞ എന്റെ സീനായി കരച്ചിലേക്ക്. പിന്നെ പിന്നെ അത് വേറെ ആരോ ചീഫ് ഗസ്റ്റിനെ കൊണ്ടുവന്ന് ആ പരിപാടി നന്നായിട്ട് നടന്നു. അതിപ്പം നമുക്ക് വിളിച്ച് വരുത്തൊരു ലിമിറ്റ് ഉണ്ട്. വരുമെന്നല്ലേ ചോദിക്കാനുള്ളൂ, എന്തായാലും മന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. അച്ഛനല്ലേ, അച്ഛൻ മാത്രല്ല, അച്ഛൻ തിരക്കാണെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ലെവൽ കഴിഞ്ഞ ബന്ധമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനത്തെ കഴിഞ്ഞു. ഇവരാണെങ്കിൽ കാശും കൊടുക്കൂല. അതില്ല, എന്തിനാണ് കുട്ടിയുടെ അച്ഛന് കാശ് കിട്ടൂല. അച്ഛന് പോട്ടെ, അച്ഛന് കൊടുക്കണ്ട, വേറെ ആൾക്കാരുമ്പോ കൊടുത്തു ഗസ്റ്റ് അവര് സമയം കളഞ്ഞ തന്നെ. അപ്പൊ പിന്നെ രക്ഷയില്ല, കേൾക്കേണ്ടതായിരുന്നു. പിന്നെ അവിടുത്തെ കോളേജിലോട്ട് പോകുന്ന സമയത്ത് സ്കൂളിൽ നമ്മൾ പഠിത്തത്തിലായിരുന്നില്ലല്ലോ, നമ്മൾ കലാപരമായ രീതികളിലായിരുന്നല്ലോ മുന്നിട്ട് നിന്ന്. കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പം അടി ബഹളത്തിലൊക്കെ പെടുന്ന ഒരാളായിരുന്നു. അതോ അവിടെയും സ്കൂളിലെ പോലെ തന്നെ അടി ബഹളത്തിലൊന്നും ഇല്ല. ഞാൻ അടിന്ന് എഴുതി കാണിച്ചാൽ നൈസായിട്ട് വയ്യ, എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ. പിന്നെ ഞാൻ പഠിച്ച തുറവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടിന്റെ അവിടെ 33 കിലോമീറ്റർ ഉണ്ട്. അവിടെയൊക്കെ ഇപ്പൊ സീൻ ഉണ്ടായി കഴിഞ്ഞാൽ ബസ് പിടിച്ചാൽ പോലും തിരിച്ചെത്താൻ പറ്റില്ല. പണി എത്തിന്റെ കിട്ടും. ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടിട്ടുണ്ട്. ഞാൻ ഓടി, ഞാൻ ഇപ്പൊ തുറവൂരിന്ന് കയറണമെങ്കിൽ ഞാൻ ചേർത്തല പോയി ബസ് കയറിയിട്ടുണ്ട്. ഓട്ടം നിന്നത് ചേർത്തലയിലാണ്. എന്താണ് ഞാൻ പറയൂല, ഞാൻ പറയൂല. എന്റെ കൂട്ടുകാരുണ്ട്, അതും കൂട്ടുകാരുണ്ട് തന്നെ. പുറത്ത് പറയാൻ പറ്റാത്ത പരിപാടിയാണ്. ഒന്നുമില്ല, ഇവനൊരു പെണ്ണിനെ നോക്കുന്നുണ്ടായി. പുറത്ത് ലോക്കലായിട്ടൊരാള് ആ പെണ്ണിനെ നോക്കുന്നുണ്ടായി. ഇവൻ ചോദിക്കാൻ പോയി. ചോദിച്ച് നൈസായിട്ട് തോണ്ടിയ സമയത്ത് അവന്റെ കയ്യില് മോതിരം കൊണ്ട് അവന്റെ മുഖത്ത് ചെറിയൊരു ചെറുതായിട്ട്. ഞാൻ ഇത് കണ്ട് ചോരണ്ടപ്പോ തന്നെ ഞാൻ ഓക്കെ, ഇനി ഇവിടെ നിന്ന പണിയാവും. പതുക്കെ മാറി ഇവന് വിളിച്ചോണ്ട് പോയി. പിന്നെ നോക്കുമ്പോ ഇവന് ഫ്രണ്ട്സും ഗ്യാങ് കേട്ടോ, അവൻ ലോക്കലല്ലേ. എന്റെ കൂട്ടുകാരനെ പോലെ നോക്കാണ്ട് ഞാൻ ഓടി. പിന്നെ തുറവൂർ ഞാൻ ഓട്ടം നിർത്തിയ ചേർത്തലല്ല. ചേർത്തലേന്ന് ബസ് കയറി തുറവൂര് വഴി ഒളിച്ചു നോക്കി. ബസ് സ്റ്റോപ്പിലൊക്കെ നിറച്ച ആൾക്കാര്, ഞങ്ങളെ കാത്തിക്കടേ. എന്നിട്ട് നാട്ടിൽ ചെന്ന് അച്ഛനെ വിളിച്ച്, അച്ഛൻ ഇവിടെ എത്തി. അച്ഛനെ ആൾക്കാരെയൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് കോംപ്രമൈസ് ആയിട്ട് തിരിച്ച് കോളേജിൽ പോയി. കൊറേ ഡീറ്റെയിൽ ഉണ്ട്, പക്ഷെ പറയാത്തതാണ്. അതെനിക്ക് മനസ്സിലായി. പിന്നെ ഈ കോളേജിന്റെ പ്രശ്നം എന്താ വെച്ചാല് ഭയങ്കര ഹൈഫൈ കോളേജ് അല്ല. എന്നെ രാജ്യത്ത് പുറത്താക്കിയിട്ട്, രാജ്യത്ത് പുറത്താക്കി അവിടുത്തെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള പ്രശ്നമാണ്. രാജ്യത്ത് പുറത്താക്കിയിട്ട് അവിടെ പിന്നെ തുറവൂർ മാത്രമേ ആ ഒരു ഇയർ കളയണ്ട കിട്ടിയത്. പക്ഷെ അവിടെ നിന്നാണ് എന്റെ ലൈഫ് ചേഞ്ചിങ്. കുറച്ചും കൂടി പരിപാടികളും ഭയങ്കര 3 ബസ്സൊക്കെ മാറി കയറി പോണം. അപ്പൊ അതൊക്കെ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. രാജഗിരിയില് എന്തിനായിരുന്നു പ്രിൻസിപ്പൽ? അപ്പൊ മൊത്തത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കുറവാണ് ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ. ഇനി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പാർട്ട് ടൈം ജോലികൾ താങ്കൾ ചെയ്തിരുന്നു. പാർട്ട് ടൈം ഡി ജെ പാർട്ട് ടൈം എനിക്ക് എന്റെ ആ സമയത്ത് ഒരു ആഗ്രഹമായിരുന്നു ഡി ജെ ആവണം. കാരണം 8ൽ പഠിക്കുമ്പോഴാണ് വെർച്വൽ ഡി ജെ എന്നൊരു സോഫ്റ്റ്വെയർ കിട്ടുന്നത്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്തിട്ട് മറ്റേ ഒച്ച ഉണ്ടാക്കുക, അതാണ് മെയിൻ ഐറ്റം. മറ്റേ അല്ലാണ്ട് മിക്സ് ചെയ്യാനൊന്നും അറിയില്ല. മറ്റേ പിന്നെ അതിൽ സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒച്ച ഉണ്ടല്ലോ, എന്താണ് എങ്ങനെയാണ് അതായിരുന്നു. പിന്നെ പതുക്കെ കോളേജ് ചെന്നപ്പോ ഒരു സീനിയർ ഉണ്ട് റവീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ RB എന്ന് പറഞ്ഞ ഡി ജെയുടെ ശിഷ്യനായിരുന്നു. ക്ലാസ് ഉണ്ട്, അമ്മ എടുത്ത് വെച്ചു, കയറിക്കോട്ടെ കയറിക്കോന്ന് പറഞ്ഞു. പതുക്കെ 2000 രൂപ ഫീസ് അഡ്മിഷൻ. RBയുടെ വീട്ടിൽ തന്നെ ക്ലാസ് ഒക്കെ പഠിച്ച് അച്ഛനമ്മ ഒരു വർഷം ഒരു ഷോന് പോയപ്പോ എക്യുപ്മെന്റും കൊണ്ടുവരിച്ച് അങ്ങനെ ചെയ്യും. ഇപ്പൊ ഉണ്ടോ അത് വീട്ടിൽ വെച്ചിട്ടുണ്ടോ? മറ്റേ അതൊക്കെ അച്ഛൻ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായപ്പോ, ഞാൻ കാരണമല്ല, അല്ലാണ്ട് പൊതുവെ കുറെ നൈറ്റ് ക്ലബ്സ് പരിപാടി പ്രശ്നമായപ്പോ അത് അച്ഛൻ തൂക്കിയെടുത്ത് വെച്ചു. വേസ്റ്റ് ആക്കിയില്ലല്ലോ. ഇല്ലില്ല, കാശ് കിട്ടിയല്ലോ. മേടിച്ച കാശിനെ തിരിച്ചു കിട്ടി. കാരണം പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വില കുറവായിരുന്നു, ഇവിടെ വെച്ചപ്പോ കാശ് കൂടുതൽ കിട്ടി. ലാഭം ഉണ്ടായി കൊടുത്തേ. ശ്രീ അശോകൻ ചേട്ടനെ ഞാൻ ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു ഇന്റർവ്യൂവിന് ഒന്ന് എന്താ തരിക, പുള്ളി എന്താ ഞാൻ ആദ്യം വിചാരിച്ചത് അങ്ങനെ ചോദിച്ചേ.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങൾ കേക്ക് കട്ടിംഗ് ഉണ്ട്, അതുണ്ട് ഇതുണ്ട് മറ്റതുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴേ, പുള്ളിയുടെ വീട്ടിൽ തന്നെ 4-5 കുടയും ഇതൊക്കെ ഉണ്ട്, ഇതിൻ്റെ തന്നെ എല്ലാ റേഡിയോസിൻ്റെയൊക്കെ. എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരു ഉപകാരമുള്ളൊരു സാധനം മേടിച്ചുകൂടെ, അങ്ങനെ ഒരു പാത്രമോ എന്തെങ്കിലും, ആ കേക്കിൻ്റെ പൈസയ്ക്ക് തന്നെ നിങ്ങളൊരു സാധനം മേടിച്ചാൽ എനിക്കത് വേറൊരാൾക്ക് കൊടുക്കാം, എന്നെ കാണാൻ ഒരുപാട് പേര് വരും, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു പാത്രമാണെങ്കിൽ പോലും എനിക്ക് കൊടുക്കാം. അന്ന് ആ പുള്ളി അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഹൗ ഹി തിങ്സ് എന്നുള്ളത്. ശരിക്കും ആ ഒരു വേ ഓഫ് ഗ്രോയിങ് അപ്പ് എങ്ങനെയാണ് അർജുനെ അഫക്റ്റ് ചെയ്തത്? ലൈക്ക് ഹൗ ഡിഡ് ഇറ്റ് ചേഞ്ച് യുവർ ഔട്ട്ലുക്ക് മൊത്തത്തിൽ? ഞാനും അച്ഛനും ഭയങ്കര ടോട്ടലി ഡിഫറെൻ്റ് ആണ്. രണ്ട് എക്സ്ട്രീമാണ്. അച്ഛൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പരിപാടി വെയിറ്റ് ചെയ്ത് അതിൻ്റെ GST, ഒരു ബില്ലാണെങ്കിൽ അതിൻ്റെ GST അടക്കം VAT അടക്കം നോക്കി അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക. ഞാൻ ബില്ല് നോക്കും, കാശ് കൊടുക്കും. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പം ഇതാണ് ഞങ്ങളുടെ രണ്ടുപേരും വ്യത്യാസം. അപ്പം ഇതിന് അച്ഛൻ എന്നെ എപ്പോഴും ദേഷ്യപ്പെടും, വഴക്ക് പറയും. പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാൻ നോക്കിയാലും ഞാനൊരു പോയിന്റ് തിരിച്ച് ഫ്ലിപ്പ് അടിക്കും, പഴയ പോലെ പോകും. ഞങ്ങൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലായിരുന്നു പണ്ട്, കാരണം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു അച്ഛൻ എപ്പോഴും പേടിയായിരുന്നു എനിക്ക്. പിന്നെ ഈ കുറച്ചൊക്കെ ആയിട്ടുള്ള ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്ലിയും ജോളിയും പരിപാടിയായിട്ടൊക്കെ മാറിയിട്ടുള്ളത്. അപ്പോൾ ഒരു പോയിന്റ് വരെയും കൃത്യനിഷ്ഠ എന്നുള്ള പരിപാടി അച്ഛനാണ് കൊണ്ടുവന്നിട്ട്. അപ്പോൾ എനിക്ക് പാനിക്കാവും, ഞാൻ സമയത്ത് എത്തില്ലെങ്കിൽ ഞാൻ ടെൻഷനാവും. അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു, ചേട്ടാ ബ്ലോക്കാണ്, എനിക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, വണ്ടി ഇപ്പോഴേ ബ്ലോക്കാണെന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞത്. പിന്നെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നീ നിനക്ക് വേണ്ടി ജീവിക്കും, നീ നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക എന്നുള്ള പരിപാടിയും. ഞാൻ ഭയങ്കര പറഞ്ഞ പോലെ റൊമാൻറ്റിക് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ടൈം ഫ്രണ്ട്സിന് വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്ത് നടന്ന ഒരാളായിരുന്നു. പിന്നെ കുറച്ച് പോയിന്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കണം, ഞാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പരിപാടി കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഞാൻ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് തുടങ്ങിയത്. ആ സമയത്ത് ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ പ്രണയത്തിലാണ് നമ്മൾ ആദ്യം പോയത്. സ്കൂളിൽ വെച്ച് തന്നെ നിഖിതയായിട്ടുള്ള ഒരു പ്രണയമുണ്ട്. സ്കൂളിൽ നമ്മൾ പഠിത്തത്തിൽ ഫസ്റ്റ് ആയിരുന്നില്ലല്ലോ, അലമ്പില് നമ്മൾ അലമ്പില്ല, അങ്ങനെ അലമ്പൊന്നുമില്ല. പക്ഷെ ആ സമയം തൊട്ട് ഫ്രണ്ട്സാണ്. കാരണം ഒരു വർഷം അമ്മ സ്കൂളിൽ വന്നപ്പോൾ ഞാൻ ടീച്ചറായിട്ട് സംസാരിച്ച അവന് കുറച്ച് മാർക്ക് കൂട്ടി കൊടുത്ത പാസ്സാവും ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡീൽ ചെയ്ത് പോകുമ്പോൾ ഞാൻ എൻ്റെ മാർക്ക് നോക്കണില്ലെന്നാണ് ടീച്ചർ അമ്മ എടുത്ത് പറയണത്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യാം. കാരണം എനിക്ക് വേണ്ടി സംസാരിച്ചാൽ മിസ് കേൾക്കൂല, വേറെ ആൾക്ക് കിട്ടിയെങ്കിൽ അതെങ്കിലും സംസാരിച്ച് നടക്കട്ടെ, രക്ഷപ്പെടട്ടെ. അതെ. ഈ പ്രണയം നീണ്ടു നിന്ന സമയം അത്രയും ശരിക്കും അപ്പൊ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു പ്രണയമാണല്ലോ. ഈ ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്സ് ഉണ്ട്. അതായത് സ്കൂളിൽ തുടങ്ങുന്ന പ്രണയങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ചിലപ്പോൾ കുറച്ചാൾ അവർ മിണ്ടാണ്ടിരിക്കും, കുറച്ചാൾ ബ്രേക്കപ്പ് ആയിരിക്കും, തിരിച്ചു വരും. ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു, അതോ തുടങ്ങിയ ദിവസം തൊട്ട് ദിസ് ഇസ് ഇറ്റ് എന്നുള്ള കൈൻഡ് ഓഫ് ഒരു റിലേഷൻ? തുടങ്ങിയ സമയം തൊട്ട് ദിസ് ഇസ് ഇറ്റ് എന്നുള്ള സീൻ തന്നെയായിരുന്നു. പക്ഷെ ഇവളുടെ വീട്ടിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഉണ്ടായി. അത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ പോയും പിന്നെ ഒരു പോയിന്റിൽ അത് സമ്മതിക്കുകയും. അപ്പം മറ്റേ മാജിക് ആയിരുന്നു എല്ലാ പരിപാടിയും, എല്ലാം ലോട്ടറി അടിച്ച അവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അത് ഫ്ലോ ബിസിനസ്സൊക്കെ അതിന് മുമ്പേ തുടങ്ങിയായിരുന്നു. ബിസിനസ്സൊക്കെ തുടങ്ങി സിനിമയിൽ കയറി ബിടെക് ചെയ്യണ സമയം ബിടെക് ഫസ്റ്റ് ഡേ ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് തിരിച്ച് സൗബിക്കയുടെ റിസപ്ഷൻ വന്ന വഴിക്കാണ് വീട്ടിൽ സമ്മതിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ആ പരിപാടി ഓണായത്. അതിനുശേഷം ഇപ്പോൾ അൻവി ജീവിതത്തിലേക്ക് വന്നു. അപ്പം രണ്ടുപേരും ശരിക്കും മക്കൾ വരുന്ന സമയത്ത് ഹരിശ്രീ അശോകൻ ചേട്ടനേക്കാളും സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അർജുൻ ഈ ഒരു സമയത്ത്. അന്ന് നമുക്കുണ്ടായ വിഷമം നമുക്കറിയാലോ, കാണാൻ പറ്റാത്തതൊക്കെ. ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കാറുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് ഫാക്ടർ വരാറുണ്ട്, ലൊക്കേഷനിലടക്കം വന്ന് നിൽക്കാറുണ്ട്. രണ്ടാമത്തെ എന്താ വെച്ചാൽ വീഡിയോ കോൾ ഇപ്പോൾ ഉള്ളത് ആക്ച്വലി സ്പീക്കിംഗ്, പക്ഷെ അത് ഫിസിക്കൽ പ്രസൻസ് ഒരിക്കലും കവറപ്പ് ചെയ്യില്ല. പക്ഷെ കാണാലോ നമുക്ക് ഇപ്പം എന്ത് തിരക്കാണെങ്കിലും, നമുക്ക് എന്ത് ഡാർക്ക് അടിച്ചിരിക്കുന്ന സമയമാണെങ്കിലും ഇതിനെ കണ്ടാൽ നമ്മൾ കുറച്ച് ആശ്വാസമാകും. അപ്പം ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായി തോന്നുന്നത് നമുക്ക് ഇപ്പോഴാണ്. പക്ഷെ ഇപ്പം മോള് വളരുന്ന സമയത്തുള്ള ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഫോട്ടോ, അപ്പോൾ ഒരു വീഡിയോ, അൻവി എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലോ ഞാനൊരു തവണ ലുലുവിൽ വെച്ചിട്ട് കണ്ടു. ഇവരെ എല്ലാവരും കൂടെ വന്നിട്ട് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഭയങ്കരമായിട്ടൊരു പ്രൈവസി നഷ്ടപ്പെടലും പ്രശ്നങ്ങളും ഇതിൻ്റെ കൂടെ ഉള്ളത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇതിൻ്റെ കൂടെ ഉള്ളതാണത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് എത്തിപ്പെടാൻ കുറേ ഓടി, ഇത് എത്തിക്കഴിഞ്ഞിട്ടോ ഇത് ഭയങ്കര മോശമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നിഖിതയും ഇപ്പം പ്രൈവസി നമ്മൾ നോക്കണം. അല്ല, ആക്ച്വലി നമ്മൾ കെയർ ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ആ ഒരു പബ്ലിക് അപ്പിയറൻസിൽ വരാൻ താല്പര്യം ഉണ്ട് ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരെ കൊണ്ടുവരണോ വേണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം, അവർക്ക് വന്നോ വേണ്ടെന്ന് അവർ തീരുമാനിക്കും. അപ്പം അവർക്ക് വന്നെന്നാണെങ്കിൽ ഇത് ഫേസ് ചെയ്യേണ്ടി വരും. കാരണം നമുക്ക് ഇപ്പം ഞാൻ ബാസിനെ കാണുമ്പോൾ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് ഓടി ഫോട്ടോ ഒക്കെ എടുക്കാൻ സെൽഫിയൊക്കെ എടുക്കാൻ ഞാൻ പുറകെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു ആർട്ടിസ്റ്റ് ആയിക്കഴിയുമ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ ആയിക്കുമ്പോൾ നമ്മൾ എത്ര സന്തോഷത്തോടെ പോണേ. അതുപോലെ തന്നെ ബാസി ഇതേപോലെ പറവയുടെ ഓഡിഷൻ കഴിഞ്ഞ് ഞാനിങ്ങനെ ചെന്ന് കൂടെ ഫ്ലാറ്റിലടക്ക് പോകുമായിരുന്നു അവരുടെ
പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ ഇതുപോലെ ബാസിനെ മീറ്റ് ചെയ്ത്, പിന്നെ പനമ്പിളിയാർ ഹോജാമുക്ക് അലിബാബയിൽ നിൽക്കുമ്പോൾ ബാസി കാറി പോകുമ്പോൾ കൈവയ്ക്ക് കാണിക്കും. അപ്പോൾ ഫ്രണ്ട്സ് ചുറ്റുമുണ്ട്. അപ്പം ഞാൻ മറ്റേ മെയിനാണ് അവിടെ. അപ്പം എല്ലാവരുടെയും മറ്റേ ഓൺ കാണണം. അപ്പോൾ അങ്ങനെയുള്ള നമ്മളും തുടങ്ങണം. ഞാൻ പറഞ്ഞ സാധാരണക്കാരെന്നുള്ള രീതിയാണ്. അപ്പോൾ ഇപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോൾ ഇവരോടെ നിന്ന് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ വേണ്ടാന്നൊക്കെ പറയും, കാരണം അവരുടെ റൈറ്റാണ് അത്. അപ്പോൾ ഇതൊരു ആക്ടറായി കഴിയുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സ്നേഹമാണ്. അപ്പോൾ അത് സ്നേഹമായിട്ട് കണ്ടാൽ മതി, വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഒരു 35 വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ 2 മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സിൽ ഒന്ന് റിലേഷൻഷിപ്പ് ആയിരിക്കും, പിന്നെ ഒന്ന് സിനിമയാണ്. ഈ സിനിമ എന്ന് പറയുമ്പോൾ അതിലുള്ള ആളുകൾ, അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ, ഇതൊക്കെ അറിയാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെയൊക്കെ ഇൻ്റർവ്യൂസ് എടുക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, ഈ സിനിമാ താരങ്ങളുടെ ലൈഫൊക്കെ ശരിക്കും എന്ത് ഈസിയാണല്ലേ, എല്ലാ കാര്യങ്ങളും ഭയങ്കര ഈസി ആയിട്ട് അവർക്ക് കിട്ടണേ, പൈസയെക്കുറിച്ച് വിഷമിക്കേണ്ട, അവരുടെ ലിവിങ് ഭയങ്കര സുഖമാണ്, അവരുടെ പിള്ളേർക്ക് സുഖമാണ്, എപ്പോഴും വിദേശ ട്രിപ്പുകൾ പോകണു, ഭയങ്കര ചിൽ ലൈഫാണ്. എന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിൽ ആരെങ്കിലുമൊക്കെ ശരിക്കും ഒരു വീടിൻ്റെ EMI-യെക്കുറിച്ചോ അവരുടെ സേവിങ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ പിള്ളേരെക്കുറിച്ചോ അവരുടെ ഭാവിയെക്കുറിച്ചോ അങ്ങനെയൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാറുണ്ടോ? അവർക്കൊക്കെ അങ്ങനത്തെ ഒരു സാധാരണ ഒരു ജോലിയെക്കുറിച്ച് ടെൻഷൻ അടിച്ച് നരയ്ക്കുന്ന ഒരാളൊക്കെ ആയിട്ട് അങ്ങനെയൊന്നും കാണില്ല അല്ലേ എന്ന്. ശരിക്കും അങ്ങനെയാണോ? അതിൻ്റെ ഒരു 50% വരെ ഓക്കെ അല്ലേ? കാരണം വെച്ചാൽ നമുക്ക് ഭയങ്കര ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ പബ്ലിക് ഫിഗർ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു അറ്റൻഷൻ ഒരു സാധാരണക്കാരനൊക്കെ വെച്ച് അപേക്ഷിക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ അവർ മറ്റേ വായിരിക്കും കസേരയൊക്കെ വലിച്ചിട്ട് തന്നെ ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് തിരക്കാണെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. പ്രിവിലേജസ് ഉണ്ട്, ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേപോലെ തന്നെ ഭയങ്കര റിസ്ക് ഉള്ളൊരു പരിപാടിയല്ലേ സിനിമ. കാരണം ഒരു ഗ്യാരണ്ടി ഇല്ല, നമുക്ക് ഇത്രയും വർഷത്തേക്ക് ജോലി തരാം അല്ലെങ്കിൽ ഇത്രയും വർഷത്തേക്ക് നിന്നെ സിനിമ എടുക്കാമെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. നമ്മൾ ട്രൈ ചെയ്യുക, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ നല്ല പടങ്ങളൊക്കെ സെലക്ട് ചെയ്യുക, ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ട് അത് തിയേറ്ററിൽ ഓടി പ്രൊഡ്യൂസറിന് കാശ് കിട്ടുമ്പോഴും നമുക്ക് അടുത്ത പടവും അല്ലെങ്കിൽ വേറെ പരിപാടികളൊക്കെ ആയിട്ട് ആൾക്കാർ പിന്നെ വരുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ കാശിന് വേണ്ടി സിനിമ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പടങ്ങൾ വർക്കായില്ല വെച്ചാൽ നമ്മൾ പിന്നെയും നമുക്ക് കുറയും സിനിമ തന്നെ. അപ്പോൾ കുറയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻകം കുറയും, നമ്മൾ ഈ പറഞ്ഞ പ്രിവിലേജസ് കുറയും, പബ്ലിക്കലി നമ്മളോടുള്ള ഇഷ്ടം കുറയും. അപ്പോൾ റിസ്ക്കുമാണിത്. കാരണം ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, എനിക്ക് സുഖമായിട്ട് പറയാൻ പറ്റും റിസ്ക് ആണെന്നുള്ളത്. കാരണം ഒരു പോയിന്റിന് ശേഷം അച്ഛന് പടങ്ങൾ കുറഞ്ഞപ്പോൾ ഇതേപോലെ അച്ഛന് വേറെ ഇൻകം ഇല്ല, സിനിമ മാത്രമേ ഉള്ളൂ ഇൻകമായിട്ട്. കാരണം ഭയങ്കര സിനിമ കല പ്രേമി ആയതുകൊണ്ട് കല വെച്ച് ജീവിക്കാം, സിനിമ വെച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് നടന്നൊരാളാണ്. അപ്പോൾ അതുകൊണ്ട് ബിസിനസ് പരമായിട്ട് അച്ഛൻ ആ സമയത്തൊന്നും തുടങ്ങിയിട്ടുണ്ടായില്ല. അപ്പം അച്ഛൻ എനിക്ക് ആകെ തന്ന ഉപദേശം, എനിക്ക് സിനിമ +1 വരെ എനിക്ക് ഇഷ്ടമല്ല, സിനിമയിലാവില്ല ഞാൻ തീരുമാനിച്ചത്. കാരണം വീട്ടിലെ അവസ്ഥകൾ അത്രയും മോശം വരെയും പോയി. അപ്പോൾ LLB പഠിക്കാൻ പോവാം, കാരണം എനിക്ക് സയൻസ് പറ്റില്ല, മാത്സ് പറ്റില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊമേഴ്സ് എടുത്തിട്ട് അതിനുശേഷം എന്താ ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് വേറെ കൂടുതൽ ചിന്തിച്ച് പോകാനുള്ള അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് LLB അന്ന് മറ്റേ ആനിമേഷൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞാൽ ചിലപ്പോൾ അതിനൊക്കെ പോകുമായിരുന്നുള്ളൂ ഞാൻ. പക്ഷേ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എനിക്ക് അറിയുന്ന കുറച്ച് കോഴ്സുകൾ LLB പരിപാടിയൊക്കെയാണ്. പിന്നെ എൻ്റെ കൂട്ടുകാരെല്ലാവരും സയൻസ് ആയതുകൊണ്ട് അവർ കൂടുതൽ സംസാരിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ ആയിരുന്നു. അപ്പം ഞാനൊരു ലീഗൽ അഡ്വൈസറൊക്കെ ആയിപ്പോൾ ഇങ്ങനെ അധികം പണിയെടുക്കണ്ട, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അഡ്വൈസൊക്കെ ചെയ്ത് നടക്കാം, തുടക്ക സാലറി 15,000 രൂപയൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ അത് പിടിക്കാം, വീട്ടിൽ മാസം ഹാപ്പി ആയിട്ട് പോകാൻ പറ്റിയൊരു കാശുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് ചിന്തിച്ച് നടന്നത്. പിന്നീടാണ് സിനിമയിലേക്ക് ഒരു ചാൻസ് എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഇഷ്ടമായി, കൊള്ളാം പരിപാടി. അപ്പോൾ അച്ഛന് അന്ന് പടങ്ങളില്ല, അപ്പോൾ എനിക്കും ടെൻഷനായിരുന്നു, ഇപ്പം ഞാൻ അങ്ങനെ പോവോ, എനിക്ക് പടങ്ങൾ കിട്ടൂല എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ പോലെ ഈ 2 പടം ചെയ്ത് ഇഷ്ടപ്പെട്ട് പിന്നെ കുറേ നോക്കി നടക്കണില്ല. അപ്പോൾ ഞാനും വിചാരിച്ച സിനിമ പറ്റൂല. അപ്പം ഇതിന് റിസ്ക് ഉണ്ട്, നമുക്ക് ഒരു പോയിന്റ് വരെയും റിസ്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ നോക്കി പടം ചെയ്യുക. ഒരു പോയിന്റ് വരെയും സിനിമകൾ നമ്മളെ തേടി വന്നായിരുന്നു, നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ടായില്ല. വിളിക്കുന്ന പടങ്ങൾ പോയി ചെയ്യുക, ചെറിയ ക്യാരക്ടേഴ്സ് അത് വൃത്തിയായിട്ട് ചെയ്യുക. പക്ഷേ എനിക്ക് അപ്പോഴും ഇപ്പോഴും ഉണ്ടായ ഒരു ആഗ്രഹം, അച്ഛൻ പറഞ്ഞിരുന്ന പരിപാടി വരുന്നുള്ളൂ, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും ആ സ്റ്റൈലും പിടിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ അത് മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ ഞാൻ ചെയ്തൊരു പാവത്താൻ ബിടെക് കഴിഞ്ഞോടെ തന്നെ എല്ലാവരും മറ്റേ സാധു, അയ്യോ
മറ്റേ നിഷ്കളങ്കൻ എന്നുള്ള മൂഡായിരുന്നു. അപ്പം എനിക്കത് ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അമലേട്ടൻ കറക്റ്റ് വിളിച്ചിട്ട് എനിക്ക് വരുത്തേണ്ട ഒരു റോള് തന്നെ. നല്ല അത് റോളായിരുന്നു. മൂഡ് സാധനം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതെനിക്ക് ബ്രേക്ക് ചെയ്തല്ലോ എന്നുള്ള ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ ശ്രദ്ധിച്ച് നോക്കി റിപ്പീറ്റ് അടിക്കാണ്ട് ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പൊ ടെൻഷനുകളും സ്ട്രെസ്സുകളും എല്ലാവരെയും പോലെ ടെൻഷൻ സ്ട്രെസ് എല്ലാവർക്കും ലോകത്തെ എല്ലാവർക്കും ഉണ്ട്, ഇല്ലാത്ത ആരുമില്ല. ഈ സ്ട്രെസ്സിന്റെ സമയത്ത് സ്ട്രെസ് റിലീവ് ചെയ്യാനായിട്ട് ഭക്ഷണം കഴിക്കും, ഓ കറക്റ്റ് ഫുഡ് അടിക്കും, നല്ല ഫുഡ് അടിക്കും. പിന്നെ വണ്ടി കയറി പാട്ട് വെച്ച് ഭയങ്കര സങ്കടമുള്ളവനാണെങ്കിൽ പാട്ട് കേട്ട് കരയും, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് നടക്കും. കരയോ? പിന്നെ കരയാണ്ടിരിക്കാൻ ഞാൻ എന്താ മറ്റേ മൃഗമോ? പെട്ടെന്ന് കരയുമല്ലോ എന്ന് അറിയില്ല. പെട്ടെന്ന് കരയും. ഇപ്പൊ കരയിപ്പിക്കാൻ നോക്കണ്ട, അങ്ങനൊന്നും കരയൂല. കരയിപ്പിക്കാനായിട്ട് എന്താ ഉള്ളത്? എനിക്ക് ഇഷ്ടമല്ല കരയും. പെട്ടെന്ന് ഫീൽ ചെയ്യും എല്ലാം, പെട്ടെന്ന് ചിരിക്കും. ചെറിയ കോമഡിയൊക്കെ മതി ചിരിക്കാൻ. പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷെ പെട്ടെന്ന് കരയും. അതല്ല, സമൂഹത്തില് യൂഷ്വലി ആൺകുട്ടിയെ കരയരുത് എന്നുള്ളൊരു എഴുതി വെച്ച പോലത്തെ, അല്ല എഴുതിയിട്ടില്ലെങ്കിലും അങ്ങനത്തെ ഒരു ഇതുപോലെയാണല്ലോ, മെൻ ഡോണ്ട് ക്രൈ. അങ്ങനത്തെ നമ്മൾ പുറമെ കാണിക്കാത്തതാണ്, അല്ലാണ്ട് മറ്റേ കരയാൻ പാടില്ല എന്നൊന്നുമില്ല. നമ്മൾക്ക് നമ്മുടെ ഇമോഷൻ നമ്മൾ എത്ര, ഇപ്പം ഞാൻ ഷൂട്ടിൻ്റെ ഇടയിലാണെങ്കിലും നമുക്ക് എത്ര ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന മൊമെൻ്റ് ആണെങ്കിലും മറ്റേ സാധനമാണ്. ഇപ്പോൾ സങ്കടമാണെങ്കിൽ മറ്റേ ഓക്കെ ചിരിച്ച് വാറടി പണിയെടുക്കാം, ആ ഒരു മോഡ് മാത്രമേ ഉള്ളൂ അപ്പോഴും ഇപ്പോഴും ആയിട്ടും. ഈ കരച്ചിലൊരു ഭയങ്കര റിലാക്സിങ് പരിപാടിയാണല്ലോ. ഓഫ് കോഴ്സ് ഞാൻ ആക്ച്വലി സ്പീക്കിംഗ്, നമ്മൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ വണ്ടിയിൽ ഇങ്ങനെ മറ്റേ പ്രമോഷൻ കഴിഞ്ഞ സംഗീതം ഉണ്ടായി, സംഗീത് പ്രദം സംഗൂന് എടുത്ത് വെച്ചാൽ നീ പാട്ട് കേട്ട് വണ്ടിയിൽ നിന്ന് കരയാറാണ്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഇത് തുറന്ന് പറഞ്ഞത്. ഞാൻ കരയാറുണ്ട്. അപ്പം പറഞ്ഞു അത് കരഞ്ഞ് ഭയങ്കര സുഖമല്ല വെച്ചോട്ടാ. ഞാൻ ശരിയാടാ. കാരണം നമ്മുടെ സങ്കടം തീർന്ന അവിടെ, അത് വെച്ചോണ്ട് പിന്നെ നടക്കണ്ടല്ലോ, അടുത്ത പണിക്ക് ഇറങ്ങാം, നമുക്ക് അടുത്ത പരിപാടി നോക്കാം. വിട്ട് കഴിഞ്ഞ അവിടെ പരിപാടി കഴിഞ്ഞ്. ഈ മെന്റൽ ഹെൽത്ത് ഇപ്പോഴാണ് ആളുകളെല്ലാം അതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ഇപ്പോഴാണ് അതിനെപ്പറ്റി ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയത്, ഞാനൊക്കെ അറിഞ്ഞു തുടങ്ങിയത്. അതുവരെ ഇതൊക്കെ ഓക്കെ ആയിരുന്നു. നമുക്ക് ടെൻഷൻ ഉണ്ട്, എത്ര ഡിപ്രഷൻ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഡിപ്രഷന്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. ഇത് കൂടുതൽ അർത്ഥം അറിഞ്ഞപ്പോൾ ഭയങ്കര പണിയാവും. എനിക്ക് ആങ്സൈറ്റി ആണ്, എനിക്ക് ഡിപ്രഷൻ ആണെന്നുള്ള സീനായി ഞാനൊക്കെ. പാനിക് അറ്റാക്ക് എത്തിയിട്ടില്ല. ഉണ്ട്. ഇപ്പഴത്തെ അറ്റാക്കിനാണ് പടം റിലീസ് ആവണത്. അറിവില്ലായ്കയുടെ കാലത്ത് ഇതിനേക്കാൾ സുഖമായിട്ട് സത്യമല്ലേ? അമ്മയൊക്കെ എന്ത് ചില്ലായിരുന്നു, അച്ഛനും ചില്ലായിരുന്നു. അച്ഛൻ പക്ഷെ ഒരു പോയിന്റ് ചെറിയൊരു ഡൗൺ ഫേസ് ഉണ്ടായിരുന്നു. ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ശരിക്കും അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടല്ലേ? ആ ഒരു വല്ലാത്തൊരു ഭയങ്കരമായിട്ട്, കാരണം അപ്പോഴും അച്ഛൻ വീട്ടിലുണ്ടായത് ഫുൾ ടൈം. പിന്നെ സിനിമ പറവ, ഇതിന് മുന്നത്തെ സിനിമ ക്ലിക്കായില്ല. ഓക്കെ, ആ 2 സിനിമയും ക്ലിക്കാവാണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ പറവയിലേക്ക് എത്തുന്നത്. പറവയിൽ നിങ്ങൾ 2 പേരും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പറവ എന്ന് പറയുന്ന ഒരു സിനിമയും കൂടി ക്ലിക്കായിട്ടില്ല എന്ന് വിചാരിക്കാം, വേണ്ടാത്ത വർത്താനാണ്. ആയില്ലായിരുന്നെങ്കിൽ വീണ്ടും പേഷ്യൻസ് അല്ലെങ്കിൽ ആ ധൈര്യം ഉണ്ടാവുമായിരുന്നോ ഇതിൽ തന്നെ മുന്നോട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ് പിടിച്ചു പോകും എന്ന് ചിന്തിക്കുമായിരുന്നു? ഞാൻ ബിസിനസ് തുടങ്ങാനും ഒരു ചെറിയ ഭാഗം, ചെറിയ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വേറെ തെറ്റിരിക്കും. അത്രയൊന്നുമല്ല, ഒരു കാർ വാഷ് ആണല്ല, ഞാൻ നല്ല ബിസിനസ് ആണ്, അല്ലാന്ന് ഒരിക്കലും പറയാനുള്ള. ഇപ്പൊ ഞാൻ ബിസിനസ് ആൾക്കാർ വേറെ ചിന്തിക്കണം വെച്ചിട്ട് പറഞ്ഞാണ്. ഒരു കുട്ടി ബിസിനസ് ആയിരുന്നു അത്, ചെറിയ കാർ വാഷ്, ഒരു 4 വണ്ടി ഇട്ട് വാഷ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ. അപ്പൊ അത് തുടങ്ങാനുള്ള മേജർ കാര്യം എന്താ വെച്ചാല്, ഇതേപോലെ എന്തെങ്കിലും എനിക്കിപ്പോൾ ഇതിൽ കരകയറാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇത് പിടിച്ചിരിക്കാൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് സ്ഥിരമായൊരു വരായ വേണം. വീട്ടിൽ നോക്കണം, മര്യാദക്ക് അമ്മേനെ നോക്കണം, അച്ഛനെ നോക്കണം, ചേച്ചിക്ക് അവിടെ സെറ്റിൽഡാ. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ആപത്തുണ്ടെങ്കിൽ സമാധാനമായിട്ട് ജീവിച്ച് ഹാപ്പിയായിട്ട് ജീവിച്ചു പോകാനുള്ളൊരു പരിപാടി അവിടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ എനിക്ക് ഇറങ്ങാം. അതുകൊണ്ട് തുടങ്ങി വെച്ചാണ് ഒരു ബിസിനസ്. കാരണം അച്ഛൻ MBA പഠിക്കാൻ പോകാൻ പറഞ്ഞു. സപ്ലിയുള്ള ഞാൻ എവിടെ പോയിട്ട് MBA പഠിക്കാനാണ്, ആരും തരൂല. എനിക്ക് 10th കഴിഞ്ഞപ്പോൾ 2 കോഴ്സ് അറിയില്ലായിരുന്നു, കമ്പ്യൂട്ടർ മാത്സ്, ബയോ മാത്സ്. ഞാൻ അത് രണ്ടും എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാൻ കമ്പ്യൂട്ടർ മാത്സ് എടുത്ത് 2 കൊല്ലം പ്രാഗി നരകിച്ചാണ് ഞാൻ പഠിച്ചത്. സപ്ലൈ കിട്ടിയില്ല, 11th 12th ആയിരുന്നു പോന്നു. നിങ്ങൾ BComന് പോകാന്ന് പറയുമ്പോൾ ശരിക്കും ഈ ഒരു കോഴ്സ് മാത്രമാണോ കാര്യമായിട്ട് അറിയുള്ളൂ? സയൻസ് അറിയില്ല, പിന്നുള്ള വഴിയായിട്ട് BCom മാത്രമാണോ കണ്ടേ, അതോ ഇഷ്ടപ്പെട്ട് അതിലൊരു ഇത്? BCom മാത്രമാണ് കണ്ടത് ഞാൻ. ആക്ച്വലി ഞാൻ അത് മാത്രമേ ഫോക്കസ്, തലയിൽ വേറെ ഒന്നും കയറ്റാനുള്ള പോയിന്റ് ഒന്നും ഉണ്ടായില്ല, വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. ഞാൻ പറഞ്ഞു ഈ ജസ്റ്റ് ഒന്ന് കരകയറണം എന്നുള്ള പോയിന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനെയെങ്കിലും വീട്ടിൽ സ്ഥിരമായൊരു ഇൻകം ഉള്ള രീതിയിൽ പോകണം എന്നുള്ള പെർസ്പെക്റ്റീവ് മാത്രം തലയിലുണ്ടു. പക്ഷെ എന്തായാലും നമ്മുടെ വഴി ഡ്രീം ചേസ് ചെയ്യുക എന്നുള്ള പരിപാടി അപ്പം ഉണ്ടായില്ല. ഇപ്പൊ ഡ്രീം ദൈവം കൊണ്ട് തന്നതുകൊണ്ട് ചേസ് ചെയ്തുകൊണ്ടിരിക്കണം. സിനിമയുടെ സെലക്ഷൻ ആണെങ്കിൽ പോലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് ഒരു വശത്ത് ഓസ്ലറും ഭ്രമയുഗവും
ഒക്കെ ചെയ്തിങ്ങനെ നിൽക്കുമ്പം മറുവശത്ത് പല്ലുട്ടിയും രോമാഞ്ചവും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകളാണ്. ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സ് നോക്കി ചൂസ് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുന്നു. പക്ഷെ രണ്ട് കൈൻഡ് ഓഫ് സാധനങ്ങളാണ്. ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞ പോലെ സിനിമ ഒരു മഹാസാഗരമാണ്, അതിൽ നീന്തി തുടിക്കുക എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സിനിമകളിലോട്ട് പോകുന്ന ഒരാളാണോ അതോ വളരെ പ്ലാൻഡ് ആയിട്ട് എടുക്കുന്ന അങ്ങനത്തെ ഒരാളാണോ? ഒരു പ്ലാൻ ഇല്ല സത്യം പറഞ്ഞാൽ. കഥകൾ കേൾക്കും, ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒരു പരിപാടി പറയും, ചെയ്യാം എന്ന് പറയും. ഇത് മാത്രമേ ഫോക്കസിലുള്ളൂ. റിപ്പീറ്റ് ചെയ്യാതിരിക്കുക, ക്യാരക്ടർ വൈസ് ആയാലും കഥപരമായാലും. പിന്നെ നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാനാണ് എല്ലാ ആക്ടേഴ്സിനും ഇഷ്ടം. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിക്കഴിയുമ്പോൾ സാധാരണ നമ്മൾ അപ്പന്മാരോടും അമ്മമാരോടൊക്കെ പറയുന്നൊരു ഡയലോഗുണ്ട്, ഇനി എല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ സേഫ് എന്ന് പറയുന്ന പോലെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛൻ ആ ധൈര്യം വന്നോ? അച്ഛന് ധൈര്യം വന്നിട്ടുണ്ട്. ആക്ച്വലി സ്പീക്കിംഗ് നല്ല ധൈര്യമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം എത്രത്തോളം ഇപ്പം സ്ട്രഗ്ലിംഗ് ആയിട്ടിരുന്ന ഒരു ഫേസിൽ നിന്ന് നമ്മൾ ഇത്രയും പീസ്ഫുള്ളായിട്ട് ഇപ്പോൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വീടിൻ്റെ ടൈലിൻ്റെ ഇഷ്യൂസ് ഒരു ഇൻ്റർവ്യൂ അച്ഛൻ കൊടുത്തായിരുന്നു. പക്ഷേ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ അച്ഛൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്ത് ഇപ്പം നമ്മളുടെ അന്ന് അത്ര സ്റ്റേബിൾ അല്ല ആ സമയത്ത്. ടൈലിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഉള്ള കാശ് ചുരുക്കി കൂട്ടി വെച്ചാണ് ഒരു വീട് ഉണ്ടാക്കിയത്. ഇപ്പം ഇങ്ങനത്തെ ഇഷ്യൂ വന്നപ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, നേരെ കേസ് കൊടുത്ത്. പക്ഷെ പരിപാടി മുന്നോട്ട് പോയി. പിന്നീടൊന്ന് സെറ്റിലായി വന്നപ്പോഴേക്കും ഞാൻ ചോദിച്ചു, കേസ് നമുക്ക് പിൻവലിച്ച് നമുക്കിങ്ങനെ ചെയ്യാം, കാരണം അൻവി വളർന്നു വരെ ഓടിക്കളിക്കണം. ഇല്ല, അവൾക്ക് ഓടിക്കളിക്കാനുള്ള ഏരിയ ഉണ്ടാക്കി കൊടുത്തോളാം, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം, നീ ബുദ്ധിമുട്ടണ്ട. ഞാൻ ബുദ്ധിമുട്ടില്ല, അച്ഛൻ ചെയ്താൽ മതി. പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല അതിനെപ്പറ്റി. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞ് അതിന് വിധി വന്ന് കേസ് ജയിച്ച്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കേസ് ഇവർ ഇൻ്റർവ്യൂ അച്ഛൻ കൊടുത്തപ്പോൾ എല്ലാ ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ അച്ഛനെ മൈൻഡ് ചെയ്യാണ്ട്, ഞങ്ങൾ വേറെ താമസിച്ച ഇത്രയും വളർത്തി വലുതാക്കി നിന്റെ സിനിമയിൽ എത്തിച്ചിട്ട് നീ തിരിഞ്ഞൊരു നോക്കണല്ലോ എന്നുള്ള അവസ്ഥയിലെ ആൾക്കാർ മൊത്തം. അപ്പം എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്തില്ല. കാരണം വെച്ചാൽ അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വലിഞ്ഞ് കയറി. എനിക്കറിയാം, അച്ഛനറിയാം, അമ്മക്കറിയാം, നീതുവിനറിയാം, ചേച്ചിക്കറിയാം, അറിയേണ്ട ആൾക്കാർക്ക് അറിയാം, കൂടെ ഉണ്ടെന്ന്. പിന്നെ നാട്ടുകാരെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛൻ ഹാപ്പിയായി. അച്ഛൻ ഹാപ്പിയാണ് ഇപ്പോൾ. ഇപ്പം വേറെ കാര്യം, ഇപ്പം ഞാൻ എത്ര പടത്തിൽ അഭിനയിച്ച് എനിക്ക് ഞാൻ അച്ഛന് സഹായിക്കാനായിട്ട് അച്ഛൻ സമ്മതിക്കില്ല. ഇപ്പോഴും അച്ഛൻ പണിയെടുത്ത് കാശിന് അച്ഛൻ ജീവിക്കണം. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത് ചോദിക്കുള്ളൂ, അല്ലാണ്ട് എൻ്റെ അടുത്ത് ഒരു 10 പൈസ ചോദിക്കൂല അച്ഛൻ. അതാണ് അച്ഛൻ്റെ പ്രശ്നം. ഈ വെർഗോ സൈൻ ഏതാണ്? സ്റ്റാർ സൈൻ അല്ലേ? ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും ലൈഫിലും അങ്ങനെ ഭയങ്കര ഹാർഡ് വർക്കിംഗ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം വെച്ചാൽ ഒരു പോയിന്റ് വരെ ഇപ്പോൾ ഞാൻ ഭയങ്കര മടിയനാണ്. ആക്ച്വലി ഭയങ്കര മടിയനായിരുന്നു. അപ്പോൾ എനിക്ക് ഷൂട്ട് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുക, TV കാണുക, സ്കിറ്റ് കാണുക, അങ്ങനത്തെ ഫോൺ നോക്കിയിരിക്കുക, ജിമ്മിലൊന്നും പോകില്ല. പക്ഷെ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറി. ഒരു പടം എനിക്ക് വന്ന് ഇപ്പോൾ ഒരു കുറച്ച് ഫിസിക്ക് ബിൽഡ് ചെയ്തിട്ട് ചെയ്യേണ്ട പടം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് രാവിലെ പോവും, രാത്രി എത്തും, ജിമ്മിൽ പോവും, കിടക്കും. അപ്പോൾ ഈ സൈക്കിൾ ഇപ്പോൾ 2-2.5 മാസമായിട്ട് ഓടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനിത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇപ്പോൾ കറക്റ്റ് സമയത്ത് എണീക്കുന്നുണ്ട്, കറക്റ്റ് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമായി. ഇനിയിപ്പോൾ ആ പടം തീർന്നാൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ ഹാർഡ് വർക്കിംഗ് എന്ന് പറയാം. കാരണം ഇപ്പോൾ എത്ര പ്രൊമോഷൻ ഉണ്ടെങ്കിലും ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ടൈം കണ്ടെത്തി ഞാൻ പോകുന്നുണ്ട്. അത് ഈ പടത്തിലെ ക്യാരക്ടർ അതായതുകൊണ്ട് മാത്രമാണ്. ഇനിയിപ്പോൾ അത് ആ പടം തീർന്നാൽ ചിലപ്പോൾ പഴയ പോലെ മറ്റേ. പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാവർക്കും അർജുനെ അറിയാവുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാം. എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, സെറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ലൈക്ക് ഭയങ്കര സുഖമാണ് അർജുനോട് വർക്ക് ചെയ്യാൻ. അർജുനെ കൊണ്ടൊരു കഷ്ടപ്പാടും ഇല്ല. സ്വന്തം കാര്യം നോക്കി കൃത്യസമയത്ത് വരണു, പരിപാടി തീരണു, പോണു. അങ്ങനത്തെ ഒരു ആളാണ്. ഭയങ്കര സുഖമായിട്ടുള്ള ഒരാളാണ് വർക്ക് ചെയ്യാൻ എന്നുള്ളത്. ഫ്രണ്ട്ഷിപ്പും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ലൈക്ക് ഓവർലി ഇമോഷണലായിട്ട് പൊട്ടിത്തെറിക്കലുകളോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്ത ഭയങ്കര ഒരു മോഡറേഷനിൽ പോകുന്ന ഒരാളാണ്. ശരിക്കും അങ്ങനെ ഭയങ്കര കമ്പോസ്ഡ് ആണ്. ഞാൻ ഒറ്റ ചിന്തിക്കുന്നുള്ളൂ, ഇത് എല്ലാവരും പണിയെടുക്കാൻ വന്ന പരിപാടിയാണ്. ഞാൻ പോയിട്ട് അവിടെ പട്ടി ഷോ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. രാവിലെ പോവാ, നമ്മൾക്ക് പറഞ്ഞ പണി ചെയ്യുക. അവിടെ പല പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന മൊമെന്റ്സ് ഉണ്ടാവും. പിന്നെ നമ്മൾ പേഴ്സണലി നമ്മൾ ആരെങ്കിലും ഹേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതി സംസാരിച്ചാൽ മാത്രം മുഖത്തേക്ക് കാര്യം ചോദിക്കുക. അല്ലാണ്ട് ആരെയും നമ്മൾ ദ്രോഹിക്കാനോ നമ്മളെ കുറ്റപ്പെടുത്താനോ വന്നില്ല അവിടെ. എല്ലാവരും ഇപ്പോൾ യൂണിറ്റിലെ ചേട്ടൻ തൊട്ട് ചായ കുടിക്കുന്ന ചേട്ടന്മാർ വരെ രാവിലെ നമ്മളെക്കാട്ടും 4 മണിക്കൊക്കെ എണീറ്റിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യാണ്ട് നമ്മളവിടെ പോയിട്ട് മറ്റേ ഞാനാണ് മച്ചാനെ എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ആദ്യം ഉണ്ടായത് യൂണിറ്റിലെ ചേട്ടന്മാരൊക്കെയാണ്. അപ്പോൾ അവരായിട്ടാണ് എനിക്ക് കൂടുതലും ഐസ് ബ്രേക്ക് ചെയ്യാൻ ആദ്യം പറ്റിയത്. അപ്പോൾ ഞാൻ പതുക്കെ പോയി ചില്ല് ചെയ്യണതും അവരെ കൂടെയാണ് ബ്രേക്ക് സമയത്തും. ഇപ്പോഴും തമാശ പറയണതും. പക്ഷെ ഇപ്പം അവരെ വിളിയുടെ സ്റ്റൈല് മാറി.
അർജുൻ ചേട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. പ്രായമുള്ള ഏട്ടന്മാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പേരും വിളിക്കണ്ട, ഒന്നും വിളിക്കണ്ട, മോനെന്ന് വരെ വിളിച്ചാൽ പറഞ്ഞില്ല. അപ്പം അങ്ങനത്തെ ഒരു പരിപാടിയായി മാറി. ഇപ്പോൾ സാബു ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ചേട്ടന്മാരുണ്ട്. സാബു ചേട്ടൻ, അങ്ങനെ കുറേ അധികം ചേട്ടന്മാരുണ്ട്. ഇപ്പം ഞാൻ ദുബായിലൊക്കെ പോയി വരുമ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലൊക്കേഷനിൽ ഞാൻ വരെ എൻ്റെ പരിപാടി നോക്കുക, അവിടെ കുറച്ച് അലമ്പി അടക്കുക, കുറേ ചളിയൊക്കെ അടിക്കുക, ചില്ല് ചെയ്യുക, കാപ്പി പിടിക്കുക, ആ പരിപാടി മാത്രം. പേടിയല്ല, ഞാൻ പറയാതെ നിർത്തി ആ പരിപാടി കോളേജിൽ പോയിട്ട്. ഈ പറയുന്ന കാര്യം പറയുമ്പോഴാണ് ഈ ആൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറില്ലാണ്. ഇപ്പം ഞങ്ങൾ പെൺപിള്ളേരാണെങ്കിൽ എടി പെണ്ണെ എന്നൊക്കെ പറയും. നിങ്ങൾ നല്ല കൂളായിട്ട് എടാ തിണ്ടി മുതലങ്ങോട്ട് തുടങ്ങിയിട്ട് പാച്ചത്തരി വരെ പോണ കൂളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഫോൺ ഇപ്പം എന്താ പറയുക, നിങ്ങൾ ഇന്റർവ്യൂവിൽ ഒരാളെ വിളിക്കാൻ പറഞ്ഞ പേടിയാണ്. എന്ത് വാക്കിലാണ് തുടങ്ങണമെന്ന് പറയാൻ പറ്റുക. അതെ, അത്ര കൂളായിട്ട് നിങ്ങൾക്ക് എങ്ങനെ അത് പറ്റണേന്ന് ഞാൻ വിചാരിക്കും. ഭയങ്കര അടിപൊളിയാണ് അത് കേൾക്കാനായിട്ട്. അല്ല ഞാൻ വെറുതെ കൂളായിട്ടാണ് അങ്ങനെ പറ്റണത്. അത് വലിയ പ്രശ്നമില്ല. നമ്മളത് ആ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ടാണ്. നമ്മളുടെ ബ്രൊമാൻസ് ആയിരിക്കും ചിലപ്പോൾ അത്. അതാണ്. ഈ ബ്രൊമാൻസിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ബ്രൊമാൻസിനെ പറ്റി ചോദിച്ചാൽ കലക്കം പടമാണ്. അത് ഞങ്ങളല്ലേ പറയണേ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടോടെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യം. പിന്നെന്താ ഇങ്ങനെ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. കഥ കേട്ടിട്ട് ഇത് സിനിമയെ കാണണമെന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റോടെ വെയിറ്റ് ചെയ്തിരുന്നൊരു പടമാണ് റൊമാൻസ്. എനിക്ക് രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര പേടിയും ആങ്ഷ്യസും എല്ലാത്തിനെയും മറ്റേ ക്യൂരിയസ് ആയിട്ട് നോക്കി ഭയങ്കര ശ്രദ്ധിച്ച് പോകുന്നൊരു ക്യാരക്ടർ ഒരു സാഹചര്യം കാരണം വേറെ തലത്തിലേക്ക് മാറിപ്പോകും. അപ്പം അത് തന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യാനായിട്ട്. ആസ്ഥാന കിളി എന്നുള്ള ഒരു പേര് വരാൻ ചാൻസ് ഉണ്ട് എനിക്ക് ഈ സിനിമ ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ. കിളി കൂടുതൽ ചോദിച്ചാൽ എൻ്റെ എക്സൈറ്റ്മെന്റ് കളയുന്നത് ശരിയല്ല. പക്ഷെ ഇതിന് പോലത്തെ ഒരു സാധനം ചെയ്തിട്ടില്ലല്ലോ, ഈ ഒരു ടൈപ്പ് ഓഫ് സാധനം പിടിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇത് കുറച്ച് പീക്കാണ്. ഇത് എൻ്റെ ക്യാരക്ടർ ബേസ് അല്ല, ക്യാരക്ടേഴ്സ് ബേസ് ചെയ്ത് പോണ പടമാണ്. പല ടൈപ്പ് ബിയേർഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നൊരു പരിപാടികളാണ്. അത് നന്നായി വരേണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ്. പിന്നെ ADJ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ജോയാൻജോ കണ്ടതിന് ശേഷം എങ്ങനെ ആ കഥ ഇങ്ങനെ അയാൾ തലയിലെടുത്തി പടം ചെയ്തു എന്നുള്ളൊരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായ പടമാണ്. ഭയങ്കര രസമാണ് ആ പടം കണ്ടിരിക്കാൻ. പിന്നെ അതിൽ അഖിൽ ജോർജാണ് DOP. ഗോവിന്ദ് വസന്തയുടെ കൂടെ ഒരു പടത്തിൽ കൊളാബ് ചെയ്യാൻ പറ്റി. പിന്നെ കൂടെ അഭിനയിച്ചത് സംഗീത്, മാത്യു, മഹിമ, ഷാജോൺ ചേട്ടൻ്റെ കൂടെ രണ്ടാമത്തെ പടം ചെയ്യാൻ പറ്റി മര്യാദ ഉടനീളെ. പിന്നെ അംബരീഷ് എന്ന ക്യാരക്ടറുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളും എക്സൈറ്റഡ് ആണ്. അതെ കാരണം പല വാലന്റൈൻസ് ഡേക്ക് മതി അത് കൊടുക്കണം. ബാക്കി ആൾക്കാർക്കും ചില്ലയുണ്ട്. അല്ലല്ലോ, പ്രണയം മാത്രമാണോ ചെയ്തത്? റൊമാൻസിലല്ലേ എല്ലാം ഇരിക്കുന്നത്. പിന്നെ അപ്പം അർജുൻ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് this beautiful podcast, and thank you for your time. All the very best. Nandi. Chicky, it's my choice.